നമ്മൾ നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് നമ്മളൊരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. ആ സമൂഹത്തിന് നമ്മളൊരു ഒരു ഒരു പ്രകാശം കൊടുക്കാൻ ആവശ്യമുണ്ട്. നമ്മളെ പ്രകാശമാക്കിയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രകാശം കൊടുക്കുന്നവരായി ജീവിക്കാനാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ചില കാര്യങ്ങൾ കാണാനിടയാകണം. ആ ഭവനം സന്തോഷത്തിൽ പോകുന്നു, സമാധാനത്തിൽ പോകുന്നു, അവരുടെ കുഞ്ഞുങ്ങൾ ദൈവഭയത്തിൽ വളരുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരു ഉദാഹരണമായി തീരുകയാണ്. അതേസമയം അവിടെ സമാധാനമില്ല, അടിപിടിയാണ്, ബഹളമാണ് എന്ന് കാണുകയാണെങ്കിൽ അത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. നമ്മളെ യേശുവിന് പകരമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഏതൊരു സ്ഥലത്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. യേശുവിന് ഇവിടെ വന്ന് ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യേശുവിന് പകരമാണ് നമ്മളെ ഓരോ സ്ഥാനത്തും വെച്ചിരിക്കുന്നത്. അപ്പോൾ യേശുവിന് പകരം വെച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പ്രകാശമായിരിക്കണം, അവർക്ക് നമ്മിൽ നിന്ന് ലഭിക്കാനുണ്ടായിരിക്കണം, അവർക്ക് നമ്മിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ടായിരിക്കണം. അവരെങ്ങനെയാണ് നമ്മിൽ നിന്ന് പഠിക്കുന്നത്? നമ്മുടെ കുടുംബജീവിതത്തിലാണ് നമ്മിൽ നിന്ന് പഠിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കുന്നു. അത് നമ്മൾ ഈ സമൂഹത്തിന് കൊടുക്കാനുള്ള ബാധ്യത നമുക്ക് തന്നിരിക്കുകയാണ്. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതിൽ ദൈവത്തിന് പ്രസാദമല്ല. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് നമ്മളെ കൊടുക്കണം. അവർക്ക്, നമ്മളെ കാണുന്നവർക്ക്, നമ്മളുമായിട്ട് ഇടപാടിൽ വരുന്നവർക്ക് നമ്മൾ ഒരു ദൈവ പൈതലായിരിക്കണം. യേശുവിന് പകരമാണ് അവർക്ക് നമ്മളെ കാണുന്നത് എങ്കിൽ, അത് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നമ്മളുടെ ജീവിതം എത്രമാത്രം ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കണം. നമ്മളെ ആൾക്കാരെ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുക, ഓരോരുത്തരും വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഒരു ദൈവ പൈതലിൽ നിന്ന് കിട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടാനില്ല എന്ന് വരികയാണെങ്കിൽ നമ്മളെ ഈ സമൂഹത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നുണ്ട് ദൈവത്തിന് നഷ്ടമാണ്. അയ്യോ, ആ മോനെ ഞാൻ അവിടെ ആക്കിയിരിക്കുന്നു, ആ മോളെ ഞാൻ അവിടെ ആക്കിയിരിക്കുന്നു, പക്ഷേ എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് കർത്താവിന് പറയാൻ ഇടയാകരുത്. കർത്താവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവരായി നമുക്ക് ജീവിക്കണം. അതിന് ഉള്ള വചനമാണ് നമ്മൾ ഇന്ന് കേട്ടത്. നമ്മൾ
എഫേസ്യർ 5:21 മുതലുള്ള വാക്യങ്ങളാണല്ലോ കേട്ടത്. ഒന്ന് നോക്കാം. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ അന്യോന്യം കീഴ്പ്പെടുമ്പോൾ അതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ യേശു ക്രിസ്തുവിനെ നമ്മൾ ഭയക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഭയക്കുക എന്ന് പറഞ്ഞാൽ പേടിച്ചോടുകയല്ല. ആ ഭയം, ആ ഭയത്തിൽ, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ നമ്മൾ 21 മുതൽ ഉള്ള വാക്യങ്ങളായിരുന്നല്ലോ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അന്യോന്യം, അത് നമുക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇനിയും കുറേ കൂടെ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് പറയുകയാണ്, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. എങ്ങനെ കീഴടങ്ങും? ഭർത്താവ് അവിടെ നിൽക്കുന്നു. ആ ഭർത്താവിനെ കർത്താവിനെന്ന പോലെ കീഴടങ്ങണം. അതിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് ഓരോ ഭാര്യമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിക്കുന്നില്ല എന്നാണ്. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അത് ഓരോ ഭർത്താക്കന്മാരും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ, നമ്മുടെ തല തന്നെയാണ് ക്രിസ്തു, സഭയ്ക്ക് തലയാണ് ക്രിസ്തു, അതുപോലെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. ആകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ആ റെസ്പോൺസിബിലിറ്റി ഭർത്താക്കന്മാരെന്നുള്ള ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ആവശ്യമാണ്. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. സകലത്തിലെന്ന് പറയുമ്പോൾ 75% മതിയോ? ഒരു ഭാര്യ പറയാണ്, ഞാൻ ഭർത്താവിന് 75% കീഴടങ്ങുന്നുണ്ട്. അതുകൊണ്ട് വചനമനുസരിച്ചാണോ അത്? ചില കാര്യങ്ങൾക്കൊന്നും ഞാൻ കീഴടങ്ങാറില്ല, പക്ഷേ 75% ഞാൻ കീഴടങ്ങുന്നുണ്ട് എന്നില്ല. സകലത്തിലും എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യം കൊടുക്കണം. പ്രാധാന്യം കൊടുത്ത് നമ്മൾ കീഴടങ്ങേണ്ട ആവശ്യമുണ്ട്. ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. എപ്പോഴാണ് ഒരു ഭാര്യ ക്രിസ്തുവിനെന്ന പോലെ കീഴടങ്ങുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മൾ ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ അവർ കീഴടങ്ങത്തുള്ളൂ. ഇല്ലെങ്കിൽ കീഴടങ്ങാൻ ഒക്കത്തില്ല. അത് നമ്മൾ പ്രത്യേകം പുരുഷന്മാർ പ്രത്യേകം അറിയേണ്ടതാണ് ആ ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ ആ വചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം എങ്ങനെ കെട്ടിപ്പടുക്കണം. നമ്മൾ നമ്മുടെ ഇടത്തുവശത്ത് കാണുന്ന വീട്ടിലുള്ളവരും വലത്തുവശത്ത് കാണുന്നവരും ചെയ്യുന്നത് പോലെ ജീവിക്കാനല്ല. ഒരു ക്രിസ്തീയ ഭവനം ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ഭവനമായിരിക്കണം. അതിന് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം. നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി. യേശു ക്രിസ്തു വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ നമ്മളെ വെടിപ്പാക്കി.
വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനാണ് കർത്താവ് ചെയ്തത്. ആ കർത്താവ് ചെയ്ത കാര്യം നമ്മൾ ഭർത്താക്കന്മാർ ചെയ്യണമെന്നാണ് പറയുന്നത്. അവിടെ ഒത്തിരി വളരെ അധികം അവിടെ നമ്മൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരുവാനും ഉണ്ട്. അങ്ങനെയുള്ളൊരു കുടുംബമാണ് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. നമുക്കറിയാം നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ എൻ്റെ ശരീരമാണ് എന്നതുപോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. നമ്മൾ ആരും നമ്മുടെ ശരീരത്തെ പകച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഭാര്യമാരെ ഒരിക്കലും പകയ്ക്കരുത്. പകച്ചിട്ടില്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക എത്രേ ചെയ്യുന്നത്. പോറ്റി പുലർത്തേണ്ട ഒരു കാര്യമാണ് ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവമല്ലോ. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ് നമ്മൾ. അതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മളെ പോറ്റി പുലർത്തുന്നത്. അതേപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ പോറ്റി പുലർത്തേണ്ട ആവശ്യം ഉണ്ട്. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അങ്ങനെ പോറ്റി പുലർത്തേണ്ടത് കൊണ്ട് അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. കാരണം ഇതുവരെ അപ്പൻ പറഞ്ഞതും അമ്മ പറഞ്ഞതും അതിന് വിധേയപ്പെട്ട് അവിടെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നിന്റെ ശരീരത്തോട് വേറൊരു ശരീരം കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ഇതുവരെ ഉണ്ടായിരുന്ന ആ അപ്പനോടും അമ്മയോടും ഉണ്ടായിരുന്ന ആ വിധേയത്തിൽ നിന്ന് വിട്ടുമാറി ഭാര്യയോട് പറ്റിച്ചേരുക. ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഇരുവരും ഒരു ദേഹമായി തീരുക എന്ന് പറഞ്ഞാൽ ഭാര്യ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് ഞാനും ഭർത്താവ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നുവെന്ന് ഭാര്യയും കണ്ടെത്തുമ്പോൾ ഒരുത്തരും അവരവരുടെ ശരീരത്തിന് ഒരു ദോഷവും ചെയ്യത്തില്ലല്ലോ. ഭർത്താവിന് ഒരു ദോഷം ചെയ്യത്തില്ല, ഭാര്യയ്ക്ക് ഒരു ദോഷം ചെയ്യത്തില്ല. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. അത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വലിയത് എന്നാണ് പറഞ്ഞത്. അപ്പം മറഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങളുണ്ട്. ആ മർമ്മങ്ങളിൽ ഒന്നാണ് ഇത്. അതുകൊണ്ട് ഇത് മർമ്മമാണെന്നുള്ളത് നമ്മൾ ഓർത്ത് ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം എപ്പോഴും ബന്ധപ്പെട്ട് ഇരിക്കണം. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താൻ്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ആ സ്നേഹത്തിന് മുകളിൽ ഒരു ഭയവും കൂടെ ഉണ്ടായിരിക്കണം. ഭാര്യയോടുള്ള സ്നേഹത്തിൽ ആ ഭയം അല്ല, ഭർത്താവിനോടുള്ള സ്നേഹത്തിൽ ആ ഭയം ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഭയപ്പെടേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നു, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു. ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നു, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു. അതേപോലെ ഒരു ഭാര്യ ഭർത്താവിനെ ഭയപ്പെടേണ്ട കാര്യം കൂടെ ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഓരോ കുടുംബവും
അത് വ്യത്യസ്തമായിരിക്കും. ചുറ്റുമുള്ളവർക്ക് സാക്ഷ്യമായിരിക്കും. നമ്മുടെ ഭവനത്തെ കണ്ടിട്ട് ചുറ്റുമുള്ളവർ ഇങ്ങനെ വേണം എന്ന് പറയാൻ ഇടയായിത്തീരണം. അപ്പോൾ ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കയറണം. ഇത് കയറി ചെല്ലേണ്ട ഒരാവശ്യമുണ്ട്. അത് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട ഒരാവശ്യമുണ്ട്. ഇതിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുക, നമ്മളെ തന്നെ ഉപരിയായി കൊണ്ടുവരിക. യേശുവിന് എല്ലാവരും ആ കുടുംബം യേശുവിന് കീഴടങ്ങിയിരിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് യേശുവിന് കീഴ്പ്പെട്ട ഒരു ജീവിതം നയിച്ച് നമ്മുടെ കുടുംബജീവിതം ഏറ്റവും സന്തോഷപൂർണ്ണം ആക്കണം. നമ്മൾ പ്രയാസമുള്ള ഒരു കുടുംബജീവിതമാണെങ്കിൽ അവിടെ ഒരിക്കലും സന്തോഷം ഉണ്ടാകുകയില്ല. എന്നാൽ പരസ്പരം അറിയുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു ഭവനമാണെന്നുണ്ടെങ്കിൽ അവിടെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ടാകും. നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. നമ്മളെ തന്നെ ശോധന ചെയ്ത് എൻ്റെ ജീവിതത്തിൽ കുറവായുള്ളത് അത് പൂരിപ്പിക്കാൻ, അത് പൂർണ്ണമാക്കാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ജീവിക്കാം. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. വിഷയങ്ങളൊക്കെ കേട്ട് എല്ലാവരും ബുദ്ധിമുട്ടിലാണ്, വിഷമത്തിലാണ്, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ലാത്തവരുണ്ട് എല്ലാവരും ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ നേരിടണമെന്നുള്ളത് മുമ്പേ വരുമ്പോഴല്ലേ അറിയാനൊക്കെ ഉള്ളൂ. അപ്പോൾ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. അപ്പം രാജുബ്രർ ആദ്യം പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഇപ്പം ഏത് തരത്തിലാണ് ഹൃദയം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓരോ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് പലതരത്തിലേക്ക് നമ്മളുടെ ഹൃദയങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പഴയ കാര്യം, പുതിയ കാര്യം, ഇനി എന്നാ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നുണ്ട്. പലതും പ്രായോഗികമാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് അപ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് പറയുമ്പോഴേ അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞു. അബ്രഹാം സാറ ഭർത്താവിനെ നാഥ എന്ന് വിളിച്ചു എന്നാണ് നമ്മളെ പത്രോസിന്റെ ലേഖനത്തിൽ കണ്ടത്. അപ്പം നാഥ എന്ന വാക്ക് എൻ്റെ ഇതിനകത്താണ്. അതിനകത്ത് നമ്മൾ മറ്റ് പഴയ ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. യജമാനെ നോക്കി ഇവിടെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും നാഥ എന്ന് വിളിച്ചു എന്നാണ്. അപ്പോൾ ഈ വാക്ക് ഉപയോഗിക്കുമ്പോഴേ, ഞാനിപ്പം ഈ വാക്ക് പറയുമ്പോൾ ഇവിടെ ഡോക്ടർമാരൊക്കെ ഉള്ളതാണ്. ഞാനൊരു ഗ്രീക്ക് വാക്ക് പറയുമ്പോൾ അവരതിൻ്റെ അർത്ഥവും അതിൻ്റെ അപ്പുറത്തെ അർത്ഥമൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് എന്നാൽ തന്നെ അഡോണായി എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. അഡോണായി എന്ന് പറഞ്ഞാൽ പ്രഭു എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് യഹൂദർ ദൈവമെന്നല്ല യാഹുവേ അല്ലെ യഹോവേ എന്ന് വിളിക്കാൻ മടിക്കുന്നത് കൊണ്ട് പകരം അവർ ഉപയോഗിച്ചിരുന്ന വാക്ക്. അപ്പോൾ ദൈവത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന വാക്ക് തന്നെയാണ് സാറ ഇവിടെ ഭർത്താവിന് വേണ്ടി ഉപയോഗിച്ചതെന്ന് കാണാൻ കഴിയും. എല്ലാ തരത്തിലും സാറ ഭർത്താവിന് കീഴ്വഴങ്ങിയിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടു. അപ്പോൾ എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ തരത്തിലൊന്നും കീഴ്വഴങ്ങി പോകുന്ന രീതി പലർക്കുമില്ല. കഥകൾ പലതുണ്ട് എല്ലാവർക്കും അവരവരുടെ സ്വന്തം ജീവിതത്തിൽ. എന്നാൽ പലപ്പോഴും പല ഭവനത്തിലും നയരൂപീകരണമൊക്കെ നടത്തുന്നത് ഭാര്യമാർ ഉപയോഗിക്കുന്ന നയത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അതുകൊണ്ട് സമാധാനമുണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യണം, നല്ല കാര്യമൊക്കെ. പല കാര്യങ്ങളും അവർക്കായിരിക്കും കൂടുതൽ അറിവ്, കുറവ് വിദ്യാഭ്യാസം കൂടുതൽ അവർക്കുണ്ട്. പിന്നെ ദൈവജനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരോട് അറിയാവുന്നവരാരും ഇല്ലതാനും. അത് കാരണം എതിർത്തൊന്നും പറയാനൊക്കില്ല. പറഞ്ഞാൽ ദൈവജനം ഒരെണ്ണം ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ അനുസരിക്കാതിരിക്കാൻ ഒക്കുകയില്ല. ദൈവജനമല്ലേ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, അവർക്കും അറിയാം. അതായത് അവരെന്ന് പറയുന്നത് ഭാര്യമാരെ, ഞാനൊരു ഭർത്താവായിട്ട് ഭർത്താക്കന്മാർക്കും അറിയാം. തമ്മിൽ അന്യോന്യം സ്നേഹിക്കണം. ആ കാര്യത്തിൽ അന്യോന്യം കീഴ്വഴങ്ങുകയും വേണം. അപ്പോൾ അതെങ്ങനെ പ്രായോഗികമായിട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് ചർച്ചയില്ലാത്ത കാര്യങ്ങളുണ്ട്.
എന്നാൽ പിന്നീട് ഒരു സമവായത്തിൽ എത്തിച്ചേരുന്ന രീതിയുണ്ട്. ലോകത്തിൻ്റെ പല കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ അഭിപ്രായവും അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഒക്കെ രണ്ടുപേരോടും അങ്ങ് ചേർന്ന് പോവുകയില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പല കാര്യങ്ങളും ചേരാറില്ല. എന്നാൽ പിന്നെ അങ്ങ് ചേർന്നങ്ങ് പോവുക. ബഹുമാനക്കുറവുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നോ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ പറയുമ്പോഴേ അതിനകത്ത് രണ്ടുപേരെ നമ്മൾ എൻ്റെയും ഇപ്പോൾ ക്ലാരമ്മയുടെ കാര്യമാണ്, ക്ലാരമ്മയുടെ കാര്യവും ഞാൻ പരിഗണിക്കണം, എൻ്റെ കാര്യം ക്ലാരമ്മയും പരിഗണിക്കണം. എന്നാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ. നിയമം വചനം പറയുന്നതനുസരിച്ച് കാര്യങ്ങളെ ബഹുമാനത്തോടു കൂടി തന്നെ ചെയ്യണമെന്നുള്ളതാണ്. ആ കാര്യത്തെ എങ്ങനെ ദൈവവചനത്തിലൂടെ നമ്മളോട് അരുളി ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങളെ സമന്വയിപ്പിച്ച് കൊണ്ടുപോവുകയും വേണം. അപ്പോൾ അത് ശാന്തതയോടെ തന്നെ ആയിരിക്കണം. സ്ത്രീയും ശാന്തതയോടെ തന്നെ ആയിരിക്കണം, ഭർത്താവും ശാന്തതയോടെ തന്നെ ആയിരിക്കണം. ചൂടും ബഹളമൊക്കെ ഉണ്ടാകാറുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമല്ല, ഉണ്ടാകുന്നുണ്ട്. എന്നാൽ സ്വന്തം പിടിവാശിയിലല്ല, അതിൻ്റെ പ്രായോഗികത കാര്യകാരണ സഹിതം ആ കാര്യങ്ങളെ മാറ്റി തിരുത്തി മുന്നോട്ട് പോകേണ്ടത് ഒരു ആവശ്യം കൂടാണ്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് എഫേസ്യർ 5:21 പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ ഈ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരുപാട് കാര്യത്തിൽ അംഗീകരിക്കാൻ ഒക്കാത്തൊരു കാര്യമുണ്ട്, അംഗീകരിച്ച് കൊടുക്കാത്തൊരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം സ്നേഹത്തോടെ കീഴ്പ്പെട്ടിരിക്കണം, അന്യോന്യം സ്നേഹത്തോടെ തന്നെ പെരുമാറേണ്ടതുണ്ട്. ഇതിൽ അപ്പോൾ ഒരു പ്രായോഗികതയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ വരുമ്പോഴേ വിട്ടുവീഴ്ചയുടെ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലോകത്തിലെ പല കാര്യങ്ങളെ പറ്റിയും പലർക്കും അത്ര വലിയ അറിവില്ല, എന്നാൽ ചിലർക്ക് കൂടുതൽ അറിവുണ്ട്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ചില കാര്യങ്ങളെയൊക്കെ തീരുമാനിക്കാറുണ്ട്. എന്നാൽ ദൈവവചനത്തെ തള്ളിക്കളയാന്നുള്ള അർത്ഥത്തിലല്ല, ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ള കാര്യം നമ്മളെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ ഈ കാര്യം സംഗ്രഹിച്ച് വെക്കുകയും വേണം. എന്നിട്ട് വേണം അനുസരിക്കാൻ. ഇന്നിപ്പം പഴയ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് മുടിയുടെ കാര്യം അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ കാര്യം ഇതൊന്നും ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ കേൾക്കുന്ന കാര്യമല്ല. കാരണം അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് അവർ അങ്ങ് ചെയ്തങ്ങ് പോവുകയാണ്. മിണ്ടാതിരുന്ന് കാണാനേ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവർക്ക് മറുപടിയുണ്ട്. മറുപടി എന്ന് വെച്ചാൽ ലോകക്കാരെയൊക്കെ കണ്ടില്ലേ, അവിടെ നിങ്ങൾ ഈ പെരിക്കകത്ത് തന്നെ ഇരിക്കുകയാണോ, ലോകത്തോടൊന്നും ഇറങ്ങുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ ആ രീതിയിൽ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വസ്ത്രം ധരിക്കുന്നതിനുള്ള കുഴപ്പം കൊണ്ടല്ല. വസ്ത്രം ധരിക്കണം, നല്ല വസ്ത്രം, മേന്മയേറിയത് തന്നെ ധരിക്കണം, എല്ലാ തരത്തിലും ഭംഗിയായിട്ട് നടക്കണം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ലോകക്കാരെ കണ്ടിട്ട് അത് ചെയ്തിട്ട് അതാ ശരിയെന്നുള്ള ചിന്തയിലേക്ക് പോകുന്നതാണ് കുഴപ്പം. മാന്യമായ വസ്ത്രം ധരിക്കണം കേട്ടോ. ലോകക്കാർ ഏത് വസ്ത്രം ധരിച്ചാലും മാന്യമായ വസ്ത്രമാണെങ്കിൽ ധരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് അവരായാലും നമ്മളായാലും. ഞാൻ ഈയിടെ നമ്മുടെ ഒരു അടുത്ത ഒരു പയ്യനാണ്, ഹിന്ദിക്കാരനാണ്. അപ്പോൾ അവൻ്റെ പാൻസ് എല്ലാം ഇങ്ങനെ കീറി തയ്ച്ച് ഉരച്ചൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ അവനൊരു നേപ്പാളിയാണ്. ഞാൻ പറഞ്ഞു നേപ്പാളി ബഹുത് ഗരീബ് എന്ന് പറഞ്ഞാൽ നേപ്പാളി വളരെ പാവപ്പെട്ടവനാണ്. അവൻ തീരെ എന്താ പറയുന്നത് പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഒന്നുമില്ല ഇല്ലാത്തവനാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ് ഇത് ഫാഷനാണ്, ഫാഷൻ ഗരീബല്ല എന്ന് പറഞ്ഞാൽ ഇതല്ല, ഫാഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ ഈ ഫാഷനെ തിരഞ്ഞെടുക്കുമ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഒരുപാടുണ്ട്. ഈയിടെ അവിടെ വരുന്ന ഞങ്ങളവിടെ ചെറുപ്പക്കാർക്ക് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറുപ്പക്കാരൻ്റെ ഒരുത്തരം ഇങ്ങനെ കീറിയിട്ടിരിക്കുക അവൻ്റെ മുട്ടിൻ്റെ. ഞാനത് കുറ്റമായിട്ട് പറയുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പം കീറിയിട്ട് വരുന്ന പെൺകുട്ടികളുമുണ്ട്, വരച്ചും കീറിയൊക്കെ കൊണ്ടുവരുന്ന പെൺകുട്ടികളുമുണ്ട്. ചോദിക്കും നിങ്ങളതിനെ ഇതൊക്കെ നോക്കാൻ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ എന്ന് ചോദിച്ചാൽ കണ്ടുപോകുന്ന എന്ത് ചെയ്യും, പറയാതിരിക്കാൻ ഒക്കെയല്ലോ. നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുന്ന ഉദ്ദേശമില്ല പറഞ്ഞ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറുപ്പക്കാരെകളെ ഉദ്ദേശിച്ച് പറഞ്ഞത്. അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞാലും ഇത് ഫാഷനാണ്, ഫാഷൻ, അപ്പോൾ അത് ചെയ്തേ പറ്റൂ എന്നൊരു ചിന്തയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ അറിയാൻ വയ്യാത്തൊന്നുമല്ല. ചെറുപ്പക്കാരായാലും കുഞ്ഞുങ്ങളായാലും നമ്മൾ ഓരോരുത്തരും പ്രായമുള്ളവരും. അപ്പോൾ അതുകൊണ്ട് ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ കാര്യത്തെയും ചെയ്യണം. ലോകത്തിൻ്റെ സൗകര്യവും അതിൻ്റെ എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും മാന്യമായിട്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം. മാതാപിതാക്കൾ ബഹുമാനിക്കുന്ന കാര്യത്തെ പറ്റിയുള്ള ഇതിനെപ്പറ്റിയാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ട ഈ വചനത്തിൻ്റെ മുഴുവൻ കാര്യം വരുമ്പോഴേ ഭാര്യമാരെ ഭർത്താക്കന്മാരെ അനുസരിക്കണമെന്നും ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കണമെന്നും ക്രിസ്തു സ്നേഹിച്ചതുപോലെ ആ രീതി പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചൊരു ചോദ്യം, ക്രിസ്തു സ്നേഹിച്ചതുപോലെയാണോ സ്നേഹിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുഴഞ്ഞു പോകും. എന്നാൽ ക്രിസ്തു സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ
ആ ഒരു സ്നേഹം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ആ സ്നേഹത്തിൽ ക്രിസ്തു എല്ലാ കാര്യത്തിലും തിരുത്തലുണ്ട്, ശാസനയുണ്ട്. ശാസന എന്ന് പറയുമ്പോൾ ഭാര്യയെ ശാസിക്കാൻ അവകാശമുണ്ടോ എന്ന് ചോദിക്കും. എന്തായാലും ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയണമല്ലോ. അപ്പോൾ ഇതെല്ലാത്തിനും കാര്യങ്ങൾ അത് സ്നേഹത്തിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ കഴിയും. പറഞ്ഞു വരുമ്പോൾ ഒച്ചത്തിലായി പോവും, അതൊരു വേറൊരു കാര്യം. അപ്പോൾ എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളെ തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം രണ്ടുപേരും രണ്ട് പക്ഷത്ത് നിൽക്കുകയാണ്, രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണല്ലോ. അവർക്ക് എൻ്റെ കാര്യത്തോട് ചേരാൻ ഒക്കുന്നില്ല, എൻ്റെ കാര്യത്തോട് അവർക്ക് യോജിക്കാൻ ഒക്കുന്നില്ല എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു 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 ചർച്ചാ വിഷയം അല്ലെങ്കിൽ ഒരു സംഭാഷണം, ഒരു വാഗ്വാദം വരെയൊക്കെ എത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നല്ല, അവിടെയൊക്കെ കീഴ്പ്പെട്ടിരിക്കേണ്ടത്, ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് തന്ന ക്രിസ്തു എങ്ങനെ ഈ കാര്യങ്ങളെയൊക്കെ കണ്ടു എന്നുള്ള കാര്യമാണ്. ക്രിസ്തു മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. അവൻ മനുഷ്യരായ ജോസഫിനും മറിയയ്ക്കും മനുഷ്യരായിരുന്നെങ്കിൽ പോലും ആ നിലയിൽ കീഴടങ്ങി തന്നെയാണ് അവർക്ക് ജീവിച്ചത് എന്ന ഒരു വാക്യമാണ്. ഞാൻ കൃത്യമായിട്ട് വാക്യം ഓർക്കുന്നില്ല, എടുക്കാൻ സാരമില്ല. അപ്പോൾ അങ്ങനെ തന്നെ അവർ ജീവിച്ചെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഏതാണ്ട് 14 വർഷത്തെ ജീവിതം ഒരു സെൻറ്റൻസിലാണ് അവിടെ തീർത്തിരിക്കുന്നത്. അപ്പോൾ കീഴടങ്ങി തന്നെ ജീവിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ കീഴ്വഴക്കം അതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ തരത്തിലും ബലഹീനരായ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയാണ്. കീഴ്വഴങ്ങി എന്തിനാന്ന് ചോദിച്ചാൽ ഒരു കുടുംബം പോറ്റുന്നതിനുള്ള തൻ്റെ പിതാവിൻ്റെ തത്രപ്പാട്, അല്ലെങ്കിൽ പിതാവ് തൻ്റെ വളർത്തു പിതാവ് എന്ന് പറയുന്ന ജോസഫ് ഇല്ലാത്തപ്പോഴേ എങ്ങനെ ആ കുടുംബം നടത്തിക്കൊണ്ട് പോയി എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു കാര്യത്തെ ചെയ്യുമ്പോഴേ ആ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മളെ ബഹുമാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ സ്നേഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കുടുംബജീവിതത്തിലെ പലപ്പോഴും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇപ്പോൾ ബ്രദർ പറഞ്ഞ വേറൊരു കാര്യം കൂടെ, അതായത് മക്കൾ വിവാഹം കഴിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയും. പക്ഷേ ഇടപെടേണ്ട, പാടില്ല, അത് തന്നെയാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ കൂട്ടുകുടുംബത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഭാര്യ എന്നാൽ ഇവർ അപ്പനെയമ്മയെ ബഹുമാനിച്ച് അല്ലെ സ്നേഹിച്ച് കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഇവർ അതേ ബഹുമാനത്തോടു കൂടി തന്നെ അല്ലെ സ്നേഹത്തോടു തന്നെ തൻ്റെ മരുമക്കളെയും മക്കളെയും ഒക്കെ നോക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ വചനത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞു എന്നുള്ളതല്ല. അപ്പോൾ ഇവിടെ എല്ലാം നമ്മളെ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്, ഇവിടെ കർത്താവായിരുന്നെങ്കിൽ, യേശുവായിരുന്നെങ്കിൽ എങ്ങനെ ഈ കാര്യങ്ങളെ നോക്കാണുമായിരുന്നു. മക്കളോടുള്ള ബന്ധം, മരുമക്കളോടുള്ള ബന്ധം, അപ്പനോട്, അമ്മായിയമ്മയോടുള്ള ബന്ധം, ഇതൊക്കെ എങ്ങനെ കാണുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ബന്ധത്തിൽ കാണാൻ കഴിയുമെങ്കിൽ വചനത്തെ നമുക്ക് ഒന്നുകൂടെ സരളമാക്കാൻ കഴിയുമില്ലെങ്കിൽ നിയമം എഴുതിയ പോലെ വായിച്ചിരാൽ പലപ്പോഴും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലതും നമുക്കൊരു അനുസരിക്കാൻ ബുദ്ധിമുട്ടുന്നില്ല, അനുസരിക്കുന്നതിനോടുള്ള ചില യുക്തി നമ്മളെ അനുവദിക്കാമെന്നുള്ളതാണ്. അപ്പോൾ യുക്തിക്കപ്പുറമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സ്നേഹത്തിൽ, ക്രിസ്തു ബഹുമാനത്തിൽ, ആദരവിൽ, അതായത് ക്രിസ്തുവിനോടുള്ള ആ കാര്യങ്ങളെ അനുസരിക്കാൻ ശ്രമിക്കുമെങ്കിൽ നമുക്കിത് വളരെ ഈസിയായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ വചനങ്ങളെ അനുസരിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം ഈ കാര്യങ്ങളിലാണ്. അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം സ്നേഹത്തിൽ അധിഷ്ഠിതമായ സഹനവും അത് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ നേരെയായിട്ട് പോകും. ഈ വാക്യങ്ങൾ വേണ്ടെന്നല്ല, വാക്യങ്ങൾ അവർ ബ്രദേഴ്സ് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വാക്യത്തിലേക്ക് അധികം എണ്ണി വാക്യത്തിലേക്ക് പറയാത്തത്. അപ്പോൾ നമുക്ക് കുടുംബത്തിലെ സമാധാനം, സന്തോഷം ഒരു കുടുംബത്തിൽ എങ്ങനെ ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യത്തെപ്പറ്റി കേട്ടു. അതനുസരിച്ച് തന്നെ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആത്മാവിൻ്റെ ഒരു ബന്ധത്തിൽ ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട്, യേശുവിലേക്ക് നോക്കിക്കൊണ്ട്, യേശു വിവാഹം കഴിച്ചിരുന്നില്ല എന്ന കാര്യം അറിയാമെങ്കിലും ഒരു കുടുംബത്തിൽ അങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണ്ടവരെ ബഹുമാനിക്കാനും ആദരിക്കാനും അതനുസരിച്ച് കാര്യങ്ങളെ തീരുമാനിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെങ്കിൽ കുടുംബജീവിതം നമുക്ക് വിജയപ്രദമാക്കാം, അല്ലെ ധന്യമാക്കാൻ കഴിയും എന്ന കാര്യം ഈ സമയത്ത് ഓർക്കാം. കർത്തൃമേശ ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ നമ്മൾ ഇന്ന് ഈ കാര്യങ്ങളെ പറ്റി കേട്ടു, ചിന്തിച്ചു. ഇതനുസരിച്ച് നമ്മളെ തന്നെ ഒരു ഭാഗം ജീവിതത്തിൽ നമ്മളുടെ വചനത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ അനുസരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഏറ്റുപറയുന്നു. കുറവുകളുണ്ട് എന്ന കാര്യത്തെപ്പറ്റി ആർക്കും സംശയമില്ല, കുറവുകളുണ്ട്. ആ കുറവുകളെ ഏറ്റുപറയുക എന്നുള്ളതാണ്. ഇന്ന് അതിനുള്ള ഈ ഒരു വചനത്തിലൂടെ നമുക്ക് ഈ ഭാഗം നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക് ഒരു ഏറ്റുപറച്ചിലൂടെ
ക്ലിയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഒന്നുകൂടെ ഊന്നൽ ഈ വചനത്തിലൂടെ കിട്ടുമ്പോൾ നമുക്കൊന്നുകൂടെ നമ്മളെ തന്നെ ഒരു ഏറ്റുപറച്ചിലും ബലപ്പെടുത്തിയും ഹൃദയത്തെ ബലപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കും. കർത്തൃമേശ ആ നിലയിൽ ഏറ്റുപറഞ്ഞ് സന്തോഷത്തോടെ തന്നെ അതിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. വളരെ പ്രായോഗികമായ പല കാര്യങ്ങളും നമ്മളിന്ന് കേട്ടത്. കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മാരേജ്, വിവാഹം, കുടുംബജീവിതം, ആ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്താണ്, മാനുഫാക്ചറേഴ്സ് ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നമ്മൾ കേട്ടെ. ഇപ്പം നമ്മൾ വിലപിടിപ്പുള്ള വലിയ വാഷിംഗ് മെഷീനോ വലിയ എന്തെങ്കിലും ഗാഡ്ജറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ മാനുഫാക്ചറേഴ്സ് ഇൻസ്ട്രക്ഷൻ വായിക്കാതെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പോയാൽ പിന്നെ സർവീസ് സെൻറ്ററിൽ വിളിക്കുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ ഇൻസ്ട്രക്ഷൻ ഒന്നും വായിക്കാതാണോ ഇത് ഓപ്പറേറ്റ് ചെയ്തത്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ വിളിച്ചിട്ട് എന്താണെന്ന് ചോദിക്കും അല്ലേ. ചിലപ്പം ഗ്യാരണ്ടി കവർ ചെയ്യത്തില്ലെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ മാനുഫാക്ചറായിട്ടുള്ള നമ്മളെ സൃഷ്ടിച്ചവനായിട്ടുള്ള കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അത് അതങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ 1-ാം നൂറ്റാണ്ടിൽ ആരോ എഴുതി വെച്ചു എന്നുള്ളതല്ല. അത് ഏറ്റവും അപ്ഡേറ്റഡ് ആണ്, ഏറ്റവും എവർ അപ്ഡേറ്റഡ് ആയിട്ടുള്ള. ഇപ്പം മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സോ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്സോ വലിയ പല ഏത് മേഖലയിലാണെങ്കിലും അത് പല എഡിഷൻസൊക്കെ ഇറങ്ങും. അന്ന് പറഞ്ഞതുപോലെയല്ല ഇപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ മാറിയിട്ടുണ്ട്, ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പല മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പല എഡിഷൻസ് വരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം, ഇന്നലെ വൈകിട്ട് ഒരു ക്രിസ്ത്യൻ കപ്പിൾ ഓൺലൈനായിട്ട് കൗൺസിലിങ്, ഡോക്ടേഴ്സ് അവർ നമ്മുടെ സഭയിലുള്ളവരല്ല, ഓൺലൈനായിട്ട് കൗൺസിൽ ചെയ്യുമ്പോൾ അവർ ക്രിസ്തീയ കുടുംബത്തിലുള്ളവരാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുമായിരുന്നു. ദൈവവചനത്തിൽ അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ മോഡേൺ സൈക്കോളജിയും കാര്യങ്ങളുമൊക്കെ പറയുന്നതിലും അത് പറയുന്നതും അതിലും ഉപരിയായിട്ട് ആഴത്തിലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. ഞാനത് എന്ത് കോണ്ടെക്സ്റ്റിൽ ഇന്നലെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇന്നലെ ആ ഭാര്യാഭർത്താക്കന്മാരോട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വായിച്ച എഫേസ്യർ 5 അവസാനത്തെ വാക്യം എന്താ, അവിടെ 33 വാക്യം, അവിടെ 2 വാക്കുകളാണ് പറയുന്നത്, സ്നേഹം, ബഹുമാനം. ഭർത്താക്കന്മാരോട് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കണം, ഭാര്യമാരോട് പറയുന്നത് നിങ്ങൾ ബഹുമാനിക്കണം. ആ ഒരു മനുഷ്യൻ്റെ സൈക്കോളജി, മനുഷ്യൻ്റെ മനഃശാസ്ത്രം ഏതൊരു സൈക്കോളജിസ്റ്റിനെയും സൈക്യാട്രിസ്റ്റിനെക്കാട്ടിലും എല്ലാം ഉപരിയായിട്ട് അറിയാവുന്ന ദൈവം, പരിശുദ്ധാത്മാവ് തന്നെ അവിടെ പറയുന്നത് എന്താ, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ആ ഭയപ്പെടേണ്ടതാകുന്നു എന്നുള്ള വാക്ക് ബഹുമാനിക്കുക, റെസ്പെക്ട്സ് എന്നുള്ളൊരു, അതെ ബഹുമാനിക്കേണ്ടതാകുന്നു. എന്നുവെച്ചാൽ നമ്മളെന്തോ പേടിക്കണം എന്നുള്ള അടിക്കൂ എന്നുള്ള പേടി എന്നുള്ളതല്ല, മറിച്ച് ആ ഒരു ഭയഭക്തി, ബഹുമാനം. അപ്പോൾ ആ ഒരു കാര്യം. ഇപ്പം മാരേജിൻ്റെ കാര്യം പറയുമ്പോൾ ദൈവം ആണ് ഇതെല്ലാം. നമ്മളുടെ വിവാഹ ശുശ്രൂഷകളിലൊക്കെ നമ്മൾ പലപ്പോഴും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ദൈവമാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, മനുഷ്യനായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവമല്ല. കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങളങ്ങ് ഓർഡർ പോകാൻ വേണ്ടി മനുഷ്യനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നൊരു അവരുടെ ഐഡിയയിൽ പറഞ്ഞ കാര്യങ്ങളല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദൈവമാണ് ഇത് വിഭാവനം ചെയ്തത്. അത് ഏതൻ തോട്ടത്തിൽ ആദ്യത്തെ മാരേജ് കണ്ടക്ട് ചെയ്തത് ദൈവം തന്നെ ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്ന് പലപ്പോഴും യൗവനക്കാരായിട്ടുള്ള പെൺകുട്ടികളും ചിലപ്പോൾ ആൺകുട്ടികളും നമ്മുടെ സഭകളിൽ തന്നെ പലർക്കും ഞങ്ങൾക്ക് മാരേജ് ഇപ്പോഴൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കണം, കുറച്ചുകൂടെ അത് ജോലി കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം. ആ ഒരു മാരേജബിൾ ഏജ് നമ്മുടെ സമൂഹം അംഗീകരിച്ചിട്ടുള്ള ആ ഒരു മാരേജബിൾ ഏജ് ആയിട്ടും അതിനായിട്ട് ഒരു ഒരുക്കമോ താല്പര്യമോ പ്രാർത്ഥനയോ ഇല്ലാതിരിക്കുവാണെങ്കിൽ അത് ദൈവവചനത്തിൻ്റെ അനുസരണക്കേടാണ്. നമ്മൾ യഥാർത്ഥത്തിൽ അതിനുവേണ്ടിയുള്ളൊരു, എൻ്റെ സാക്ഷ്യം ഞാൻ പറയാം, സ്ത്രീകളുടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ സഭയിൽ 17ാമത്തെ വയസ്സിലാണ് നമ്മുടെ CFC ചർച്ചിലൂടെ എന്നെ രക്ഷിക്കപ്പെട്ട് ദൈവം എന്നെ കൊണ്ടെത്തിച്ചത്. അപ്പം ദൈവത്തിന് ഞാൻ സ്തുതിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവഭയമുള്ള ദൈവഭക്തരായിട്ടുള്ള ആ ഒരു ഭാര്യാഭർത്താക്കന്മാരെ അനേകരെ കാണുകയും അതുപോലുള്ളൊരു കുടുംബം ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ. ഞാൻ ഈവൻ അതായത് മാരീഡ് കപ്പിൾസിന് വേണ്ടിയുള്ള മീറ്റിംഗ് ഞാൻ സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചു. ഞാൻ മാരേജ് ആകുന്നതിന് മുമ്പ് തന്നെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച്, സഹോദരങ്ങളുടെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ എനിക്കും കൂടെ അറ്റൻഡ് ചെയ്യാൻ ഒക്കൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനവിടെ CMF-ലൊക്കെ ആയിരുന്നപ്പോൾ ഓരോരുത്തർ പല അവിശ്വാസികളെ കല്യാണം കഴിച്ച് വേറെ ഒത്തിരി പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള പല ബാഡ് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് മാരേജിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് പോലും ഞാൻ ആ ഒരു അന്നെന്തോ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കോട്ടയത്ത് സാങ്ക്ബറി മീറ്റിംഗ് നടത്തുമ്പോൾ 21 വയസ്സിന് ശേഷമുള്ളതെന്നെങ്ങാണ്ട് പറഞ്ഞെങ്ങാണ്ട് അന്ന് അനൗൺസ് ചെയ്ത്. അപ്പം എനിക്ക് 20 വയസ്സെങ്ങാണ്ട് ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ചെന്ന് സഹോദരങ്ങളോട് ചോദിച്ചു എനിക്കും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ എന്താ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അന്ന് സഹോദരങ്ങൾ സമ്മതിച്ചു.
പക്ഷേ ഞാൻ അന്ന് ഇപ്പോഴും അന്ന് ബ്രദർ പറഞ്ഞ പല കാര്യങ്ങളുമൊക്കെ പലപ്പോഴും ഇന്ന് കൗൺസിലിങ്ങിനുമൊക്കെ പലപ്പോഴും ഞാൻ ഈവൻ സെക്രട്ടറി ആയിട്ടുള്ള എൻ്റെ പ്രൊഫഷണൽ കൗൺസിലിങ്ങിന് മാത്രമല്ല ബാക്കി അതല്ലാതെ സഹോദരങ്ങൾ തന്നെ പലരും ഈ മാരേജ് പ്രപ്പോസൽസുമായിട്ട് സംബന്ധമായിട്ടൊക്കെ ആലോചനയൊക്കെ ചോദിക്കുമ്പോൾ തന്നെ പലരോടും പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു സാക്രബറിന് വേറെ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ആയു അട്രാക്റ്റഡ് ടു ഹെർ, പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ഐ യു ഏബിൾ ടു ലുക്ക് അപ്പ് ടു ഹിം എന്നൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പം സെലിബസി അല്ലെങ്കിൽ മാരേജ് വേണ്ട എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു കോളിങ് വളരെ ചുരുക്കം ലക്ഷങ്ങളിലോ അതുപോലെ ഒരാൾക്കും കാണാം അതുപോലുള്ള പൗലോസിനെ പോലുള്ള അങ്ങനെ കോളിംഗ് ഉള്ള ഒരു ചുരുക്കമായിരിക്കും. അങ്ങനെയുള്ള ഒരു എക്സെപ്ഷൻസ് ഒഴികെ ബാക്കി സാമാന്യമായിട്ട് നമ്മളെക്കുറിച്ച് എല്ലാം നമ്മുടെ യൗവനക്കാരോടും കൂടെ ഞാൻ ഈ പറയുന്നത്. അപ്പം അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥന, ഇപ്പം സ്ത്രീകളുടെ സാക്ഷ്യം പറയുമ്പോൾ സ്ത്രീകളെയും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് രക്ഷിക്കപ്പെട്ട് സഭയിലോട്ടൊക്കെ വന്നപ്പോൾ അവിടെ തിരുവല്ല ചേർച്ചിലായിരുന്നു സ്ത്രീകൾ. അപ്പോൾ അവിടെ ഗോഡ്ലിയായിട്ടുള്ള പല എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇതുപോലെയൊക്കെയുള്ള ഒരു സമാധാനമുള്ള ഭവനാന്തരീക്ഷമുള്ള ഒരു കൂട്ടായ്മ, ഒരു കുടുംബം വേണം, അങ്ങനെയുള്ളൊരു CFC ചർച്ചിൽ നിന്ന് തന്നെ ഒരു സഹോദരനെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയൊക്കെ സ്ത്രീകളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതായിട്ട് സ്ത്രീകളെ പലപ്പോഴും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ദൈവം തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളൊരു കാര്യം. അത് ഞാൻ ഒരു വാക്യം ഉൽപ്പത്തി 1:27 നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള വാക്യമാണ്. അവിടെ ദൈവത്തിൻ്റെ ഇമേജിൽ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഉൽപ്പത്തി 1:27 ദൈവത്തിൻ്റെ വലിയൊരു മർമ്മം ഈ ഒരു വിവാഹത്തിലൂടെ വെളിപ്പെടുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. ഇങ്ങനെ ദൈവം ഉൽപ്പത്തി 1:27 ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ തന്നെ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. അപ്പം ദൈവത്തിൻ്റെ സ്വരൂപം വെളിപ്പെടുത്താനായിട്ട് ആണായിട്ട് അവനെ അങ്ങ് സൃഷ്ടിച്ചു എന്നങ്ങ് പറഞ്ഞിരിക്കുമല്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കും. അപ്പം ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ സ്നേഹവും മനസ്സലിവും കാർക്കശ്യവും എല്ലാം വെളിപ്പെടുത്തണമെങ്കിൽ അത് ആണിന് മാത്രവും പറ്റത്തില്ല, പെണ്ണിന് മാത്രവും പറ്റുകയില്ല. മറിച്ച് ആണും പെണ്ണുമായിട്ട് ദൈവം ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് അവിടെ മാതാപിതാക്കൾ എന്ന നിലയിലെ കുഞ്ഞുങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ പലപ്പോഴും ആ ഒരു കാർക്കശ്യം, കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഹസ്ബൻഡായിരിക്കും അത് ഡിസിപ്ലിനിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു മുൻകൈ എടുക്കേണ്ടതായിട്ട് അവരെ വചനം പഠിപ്പിക്കുന്ന കാര്യം, വചനത്തിൽ അവരെ അഭ്യസിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ ഫാദേഴ്സിനോടുള്ള ഒരു ഇൻസ്ട്രക്ഷനായിട്ടൊക്കെ നമ്മൾ എഫേസ്യർ 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ എഫേസ്യർ 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പിതാക്കന്മാരോട് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കൽപ്പനയാണ്. എന്താ? നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ, എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുതെ അവരെ കോപിപ്പിച്ച് ദേഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാകാതെ, ഇറിറ്റേറ്റ് ചെയ്യാതെ, അങ്ങനെ അവരെ പ്രൊവോക്ക് ചെയ്യാതെ, കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും, ബാലശിക്ഷ ആ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അതുപോലെ തന്നെ ആ പഥ്യോപദേശം യഥാർത്ഥത്തിലുള്ള ദൈവവചനവും കാര്യങ്ങളും അതിൻ്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളുമൊക്കെ അത് ഭർത്താക്കന്മാർക്ക്, അച്ഛന്മാർക്ക്, പിതാക്കന്മാർക്കായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനായിട്ട് അവിടെ കാണുന്ന. ഓഫ് കോഴ്സ് മാതാക്കളും അത് സഹായിക്കണം. അവർ മാതാക്കന്മാരെ, അമ്മമാരെ അതിൻ്റെ ഒരു സഹായിയായിട്ട്, പിതാക്കന്മാർക്കൊരു സഹായിയായിട്ട് ദൈവം ഏൽപ്പിച്ച് വെച്ചിരിക്കുന്ന പിതാക്കന്മാരെ എന്ന് പറഞ്ഞ്, ഫാദേഴ്സ് എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പം യേശു കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ഭൂമിയിൽ വാണു, നമുക്കറിയാം, ജീവിച്ചു എന്ന് എവിടെ യോഹന്നാൻ 1:14 പറയുമ്പം ആ കൃപയും സത്യവും, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കൃപ എന്ന് പറയുമ്പം അവിടെ ആ സ്നേഹവും മനസ്സലിവും കാരുണ്യവും അങ്ങനെയൊക്കെയുള്ള ആട്രിബ്യൂട്ട്സ്. പിന്നെ ദൈവത്തിൻ്റെ സത്യം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കാർക്കശ്യവും, കുറച്ചുകൂടെ പാപത്തിനെതിരെ, പാരമ്പര്യത്തിനെതിരെയൊക്കെയുള്ള കുറച്ച് കർക്കശമായ ചില നിലപാടെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ആ ഒരു കൃപയും സത്യം കർത്താവിൽ ഏറ്റവും ബാലൻസ്ഡ് ആയിരുന്നു. നമ്മളിൽ എല്ലാവരും അതിൻ്റെ ചെറിയ ഇംബാലൻസ് ഉണ്ട്, നമ്മളുടെ പല ആത്മീയ അവസ്ഥകളെ ഉപയോഗിച്ച്. എന്നാൽ വിവാഹ ജീവിതത്തിൽ ദൈവം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ, നമ്മളെ അവിടെ പാതിരപ്പള്ളിയിലുള്ള ആ മീറ്റിങ്ങിൽ ജോജി പേർ പറഞ്ഞതുപോലെ വിവാഹ ശുശ്രൂഷയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ മനസ്സിനുള്ളിൽ ചിരി വരും. പയ്യൻ വടക്കോട്ട് നോക്കുവാണെങ്കിൽ പെണ്ണ് തെക്കോട്ടാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ദൈവം കൂട്ടി യോജിപ്പിക്കുന്നത്. വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടെമ്പറമെൻറ്റ്സോ പലതരത്തിലുള്ള അതിൻ്റെ പല എക്സാമ്പിൾസായിട്ട് സാക്ബെറിയെന്നും അല്ലാതെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പല എക്സാമ്പിൾസൊക്കെ കാണും. അതായത് ക്രാക്ക് എക്സെൽ, ഒരു മുട്ടത്തോട് പൊട്ടിക്കുവാണെങ്കിൽ എന്താ, ചില പ്രൊജക്ഷൻസ് കാണും, ചില ഡിപ്രഷൻസ് കാണും, ചില കൂർത്ത വശങ്ങൾ കാണും, ചില കിഴിഞ്ഞ വശങ്ങൾ കാണും എന്ന് പറഞ്ഞത്. അത് രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ ഒരു എഗ് ആയി മാറുന്നതെന്ന് പറഞ്ഞത്, ഒരു മുട്ടത്തോടായി മാറുന്നതെന്ന് പറഞ്ഞതുപോലെ ഭർത്താവിന് സ്ട്രോങ് ആയിട്ടുള്ള ചില പോയിൻറ്റ്സ് കാണും, ചില ഏരിയാസ് കാണും.
ചില കാര്യത്തിൽ ചിലപ്പം സമയനിഷ്ഠയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യത്തിലോ ചിലപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ ഭർത്താവിന് ചിലപ്പം ചില സ്ട്രോങ് പോയിന്റ്സ് കാണും, ഭാര്യയ്ക്ക് വേറെ ചില സ്ട്രോങ് പോയിന്റ്സ് കാണും. ഭാര്യയ്ക്ക് ചിലപ്പം വേറെ ചില വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ വേറെ പല കാര്യത്തിൽ ചിലപ്പം പാട്ടിൻ്റെ ഈണം ഓർത്തിരിക്കുന്ന കാര്യമായിരിക്കും. എനിക്ക് പാട്ടിൻ്റെ ഈണം സ്ത്രീകളുടെ കൂടെ പാടുമ്പോഴാണ് എനിക്ക് പാട്ടൊന്നും ശരിയാവത്തുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ തന്നെ പാടി അത് വേറൊരു പുതിയ പാട്ടാവും. എന്ന് വെച്ചാൽ പലർക്കും പല ദൈവം രണ്ട് രീതിയിലുള്ള ആൾക്കാരെയാണ് അത് ശുശ്രൂഷയുടെ കാര്യത്തിൽ. ഇപ്പം പൗലോസിൻ്റെയും ശീലാസിൻ്റെയും പൗലോസിൻ്റെയും തിമോത്തീസിയുടെ ഒക്കെ കാര്യം എന്നൊക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പത്രോസിൻ്റെ യോഹന്നാനെയും ഒക്കെ ദൈവം ഈരണ്ടായിട്ട് അയച്ചു ശുശ്രൂഷയുടെ കാര്യത്തിലെന്ന വണ്ണം കുടുംബത്തിലും ആ ഒരു ശരിയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ എന്തോ അടിമയായിട്ട് ഒന്നും പറയാതെ അങ്ങനെ ഉള്ളൊരു കാര്യമല്ല, മറിച്ച് പരസ്പരം കീഴടങ്ങുന്ന ഒരു കാര്യം. അതാണ് നമ്മൾ എഫേസ്യർ 5:21 വായിക്കുന്നതിന് തൊട്ട് മുമ്പ് 20-ാമത്തെ വാക്യം 22 മുതലാണ് നമ്മൾ വായിച്ചത്. 21-ാമത്തെ വാക്യം നമ്മൾ അതിന് പ്രാരംഭമായിട്ട് പലപ്പോഴും നമ്മളതിന് ചിന്തിച്ചിട്ടുള്ള കാര്യം, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഭാര്യമാരോട് കീഴ്പ്പെടാനും പിന്നെ ഭർത്താക്കന്മാരോട് ഭർത്താക്കന്മാരോട് സ്നേഹിക്കുവാനും ഒക്കെ പറയുന്നൊരു കാര്യം. അപ്പം ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധം യഥാർത്ഥത്തിൽ ദൈവം വിഭാവനം ചെയ്തിട്ടുള്ളൊരു ഭാര്യാഭർത്തൃ ബന്ധം ഏറ്റവും ഒരു സ്വർഗീയമായിട്ടുള്ളൊരു ജീവിതമാണ്. അത് ഏറ്റവും ഇപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറയാനൊക്കെ അതെന്തോ കുറവില്ലാത്തൊരു ജീവിതമാണെന്നുള്ളതല്ല, മറിച്ച് ഇപ്പം ഞാൻ വിവാഹിതനായിരുന്നെങ്കിൽ എനിക്ക് സ്ത്രീകളെ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉള്ള തരത്തിൽ എനിക്ക് ദൈവവചനം പറയാനോ അല്ലെങ്കിൽ ശുശ്രൂഷിക്കാനോ അല്ലെങ്കിൽ വേറെ പല ഇങ്ങനെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അതുപോലെ എൻ്റെ വൈഫ് എനിക്കൊരു സപ്പോർട്ടായിട്ട് ഒരു ഹിഡൻ ഹെൽപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ യൗവനക്കാരായിട്ടുള്ള നിങ്ങൾ മാരേജബിൾ ഏജ് ആയിട്ടുള്ളവരൊക്കെ, അതായത് ഒരു 20 വയസ്സ് കഴിയുമ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഇങ്ങനെ യൗവനക്കാർ ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും പെൺകുട്ടികളായാലും നിങ്ങൾ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അവിടുത്തെ ഹിതം എന്താണ്, അവിടുന്ന് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേറെ പല കാര്യങ്ങളിലൊക്കെ പല ബാഡ് എക്സാമ്പിൾസോ പല ദുരനുഭവങ്ങളോ ഒക്കെ കൂട്ടുകാരിൽ നിന്ന് ലോകക്കാരുടെ വാല്യൂസൊക്കെ നമ്മൾ കേൾക്കുമായിരിക്കും. പക്ഷേ അതിലൊന്നും നമ്മൾ അതിലോട്ടൊന്നും ആയി പോകാതെ ദൈവമേ അവിടുത്തെ വചനത്തിൽ എന്താണോ പറയുന്നത് അവിടുത്തെ വചനപ്രകാരമുള്ള നല്ല എക്സാമ്പിൾസ് നമ്മുടെ ചേർച്ചസിൽ തന്നെ നമുക്കുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കർത്താവ് ഒരു ദൈവഭക്തിയുള്ള ഒരു കുടുംബജീവിതം എനിക്ക് വേണം. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഒരുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം തന്നെ അതിൻ്റെ സമയത്ത് നമ്മളെ അതിനായിട്ട് കൂട്ടിച്ചേർക്കും. പിന്നെ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും ഒക്കെ പറയുന്ന പല കാര്യങ്ങൾ നമ്മൾ കേട്ടു. മലയാളം ബൈബിൾ മാത്രം യൂസ് ചെയ്യുന്നതിൽ ചിലപ്പോൾ ഒരു വാക്യം സദൃശ്യവാക്യം 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം മലയാളം ബൈബിളിലെ പരിഭാഷ അത്ര കറക്റ്റല്ല. അപ്പോൾ അത് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇവിടെ നമ്മൾ കായംകുളം മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുന്ന കാര്യം ഭാര്യമാരോടുള്ള ഒരു കാര്യത്തിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, പൗലോസ് മാത്രമല്ല പത്രോസും ആദ്യം ഭാര്യമാരോടാണ് ഈ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്, അതിനുശേഷം ഭർത്താക്കന്മാരോട് പറയുന്നത്. സദൃശവാക്യം 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ഇംഗ്ലീഷ് പരിഭാഷ മലയാള പരിഭാഷയും തമ്മിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. സാമർഥ്യമുള്ള സദൃശവാക്യം 12:4 സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം, എക്സലൻറ്റ് വൈഫ്, അത് ഭർത്താവിനൊരു കിരീടമാണ്. നാണം കെട്ടവളോ എന്നുള്ളൊരു വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അവൻ്റെ അസ്ഥിക്ക് ദ്രവത്വം. ഇംഗ്ലീഷിലിരിക്കുന്ന ഷീ ഹു ഷെയിംസ് ഹിം ഈസ് ലൈക്ക് റൊട്ടൺനെസ് ഇൻ ഹിസ് ബോൺസ് എന്ന് പറഞ്ഞാൽ നാണം കെടുത്തുന്നവളോ എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ എബ്രായ വാക്ക് നോക്കി, ബൂഷ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. ആ വാക്കിന് ഈ രണ്ടർത്ഥമുണ്ട്, ടു പുട്ട് ടു ഷെയിം, ഉത്കൃഷ്ടയായ ഭാര്യ. രണ്ടാമത്തെ വാക്യം എങ്ങനെ പറയാം അവിടെ അതിനകത്ത്? അത് കറക്റ്റായിട്ടുള്ള പരിഭാഷ, നാണക്കേട് ഉണ്ടാക്കുന്നവളും. മറ്റ് രണ്ടർത്ഥവും ഉണ്ട്. പിന്നെ നാണം കെട്ടവളോ എന്നുള്ള അർത്ഥമുണ്ട്, നാണക്കേട് ഉണ്ടാക്കുന്നവളോ എന്നുള്ള അർത്ഥമുണ്ട്. എന്നാൽ സത്യവേദ പുസ്തകത്തിനകത്ത് നാണം കെട്ടവളോ എന്ന് പറയുമ്പോൾ നാണം കെടുത്തുന്നവളോ എന്നുള്ള ആ ഒരു അർത്ഥം അവിടെ വരുന്നില്ല. അപ്പോൾ ആ രണ്ടർത്ഥവും ഉണ്ട്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും സഹോദരിമാർ ഭർത്താക്കന്മാരുടെ പല ബലഹീനതകളും പല വീക്ക് പോയിൻറ്സും ഒക്കെ വേറെ ആരെക്കാട്ടിലും അറിയുന്ന ആർക്കായിരിക്കും? ഭാര്യമാർക്കായിരിക്കും. അപ്പോൾ അത് ഒന്ന് പറഞ്ഞ് ഒന്ന് താഴ്ത്താൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് കുറച്ച് കാട്ടാൻ, ഒരു തമാശയായിട്ട് പറഞ്ഞ് ചിരിക്കാൻ, അത് അങ്ങനെയുള്ളൊരു ഭാര്യ അത് ബോൺസിലോ ഓർത്തോപെഡിഷനെ കാണിക്കേണ്ട അവസ്ഥയാണ് പറയുന്നത്. അസ്ഥികൾക്ക് ദ്രവത്വം, ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ വന്ന് അല്ലെങ്കിൽ എല്ലുകളൊക്കെ അങ്ങ് ക്ഷയിച്ച് ദ്രവിച്ച് പോകുന്ന ഒരവസ്ഥയിലുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ എല്ല് ദ്രവിച്ച ഒരാൾക്ക് നന്നായിട്ട് നേരവണ്ണം നടക്കാനോ ഓടാനോ എന്തെങ്കിലും പറ്റുമോ? ഇന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ളൊരു ഭാര്യ. അപ്പോൾ നമ്മുടെ സൗകര്യമാരും അങ്ങനെ ആയി പോകരുത്. എന്തുകൊണ്ട് നമ്മൾ ദൈവജനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ സാറയുടെ ഉദാഹരണം കേട്ടു, സാറയുടെ ഗുഡ് എക്സാമ്പിൾ കേട്ടു. ബൈബിളിൽ ഒരു ബാഡ് എക്സാമ്പിൾ ഉള്ളത് ജസബേലിൻ്റെ എക്സാമ്പിൾ, ഇസബേലിൻ്റെ എക്സാമ്പിൾ. ഇസബേലിൻ്റെ ഭർത്താവായിട്ടുള്ള ആഹാബായിരുന്നു ഏറ്റവും അധികം കർത്താവിന് അനിഷ്ടമായത് ചെയ്തത്. ഞാൻ അവിടെ 1 രാജാക്കന്മാർ
പെട്ടെന്ന് ഞാൻ ആ 1 രാജാക്കന്മാർ 21:25 വായിക്കട്ടെ. 1 രാജാക്കന്മാർ, അവിടെ ആ ഭർത്താവ് ഇത്രയധികം അനിഷ്ടം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ്, ബിക്കോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. 1 രാജാക്കന്മാർ 21:25 വാക്യത്തിൽ, എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിട്ടുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. ഇംഗ്ലീഷിൽ ബിക്കോസ് എന്നുള്ളൊരു വാക്കും കൂടെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായിട്ട് ഉത്സാഹിപ്പിച്ചിരുന്നു. ഇൻസൈറ്റഡ് ഹിം. ആ ഇസബേലായിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ ഒരു ബാഡ് എക്സാമ്പിളിൻ്റെ ഒരു കാര്യം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ആ ഇസബേലിന് വന്ന ന്യായവിധിയെക്കുറിച്ചുമൊക്കെ അതിൻ്റെ തൊട്ട് മുമ്പ് 23 വാക്യത്തിൽ ആ ഇസബേലിന് വന്ന ന്യായവിധി പ്രവചിക്കുന്നതായിട്ട് ഏലിയാവ് പ്രവചിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 25 നമ്മളിപ്പം വായിച്ച 1 രാജാക്കന്മാർ 21:23 ഇസബേലിനെ കുറിച്ച് യഹോവ അരുളപ്പാട്, നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിൻ്റെ മതിലിനകത്ത് വെച്ച് തിന്നുകളയും. അത് നടപ്പാവുന്ന ആ ഒരു കാര്യമൊക്കെ 1 രാജാക്കന്മാർ 9 അധ്യായത്തിന് 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകാനില്ല. പക്ഷേ അങ്ങനെ ഒരു ടെറിബിളായിട്ടുള്ള ഒരു ബാഡ് എക്സാമ്പിൾ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരു ഗുഡ് എക്സാമ്പിളായിട്ടുള്ള സാറ അഡോൺ എന്ന് ആണ്, ലോഡ് എന്നാണ് വിളിച്ചതെന്നുള്ളൊരു കാര്യം നമ്മളിപ്പം 1 Petrus 3:7. അപ്പം ബ്രദർ അഡോണായി എന്നൊരു വാക്ക് പറഞ്ഞ് ഞാനൊരു ഗ്രീക്ക് ഹിബ്രുവൊക്കെ നോക്കുമ്പോൾ അഡോൺ എന്ന് പറഞ്ഞൊരു വാക്ക്, കുറിയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം അവിടെ 1 Petrus 3:8 സാറ എബ്രാഹിമിനെ വിളിച്ചത്. കുറിയോസ് എന്നുള്ളതിന് യജമാനൻ, മാസ്റ്റർ, അത് ദൈവത്തെ വിളിക്കുന്ന ഒരു പദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂമിയിലുള്ള യജമാനന്മാരെ, പ്രഭുക്കന്മാരെയൊക്കെ വിളിക്കുന്ന ഒരു പദമായിട്ട് ഈ കുറിയോസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ആ കുറിയോസ് എന്നുള്ള വാക്ക് അത് ഉൽപ്പത്തി പുസ്തകത്തിൽ സാറ 18 അധ്യായത്തിൽ പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്ന ആ പദം അവിടെ എൻ്റെ യജമാനൻ എന്നുള്ള അർത്ഥത്തിൽ അവിടെ 1 പത്രോസ് 3:18 റെഫറൻസ് ആയിട്ട് ഉൽപ്പത്തി 18:12 നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ എബ്രായ ഭാഷയിൽ അഡോണായി എന്ന് പറഞ്ഞില്ല, അഡോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡോണായി എന്ന് പറയുമ്പോൾ ഒരു പ്ലൂറല, അത് ദൈവത്തെ കുറിക്കുന്നതായിട്ട്, അഡോൺ എന്നുള്ള വാക്ക് ദൈവത്തെ കുറിക്കുന്നതായിട്ടും പ്രഭുക്കന്മാരെയും യജമാനെ കുറിക്കുന്നതായിട്ടും ഒക്കെ പറയുന്നതായിട്ട് നമ്മൾ അവിടെ ആ എബ്രായ ഭാഷയിലുള്ള കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സഹോദരന്മാർ എത്രമാത്രം ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, ആ കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും പറയുന്നില്ല. അത് ആ ഒരു സൗന്ദര്യ സാവധാനതയുള്ള ആത്മാവ്, പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് അത് ഏറ്റവും ആപ്രീഷ്യസ് ആയിട്ടുള്ള കാര്യം ദൈവം നമുക്ക് കാണിച്ചു തരണം. വാങ്ഹായിപ്പാൻ ബ്രദർ പറഞ്ഞ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പറയണമെന്ന് ബ്രദർ പറഞ്ഞു. അതിൽ ഒരു എക്സാമ്പിൾ ആ സഹോദരൻ പറഞ്ഞു, പ്രഷ്യസ് എന്നുള്ള വാക്ക് ദൈവസന്നിധിയിൽ വിലയേറിയതാണെന്നുള്ള പറയുമ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പുള്ളി പറഞ്ഞു വെച്ചാൽ, കടൽ തീരത്തൂടെ നടന്നു പോകുമ്പോൾ കുറേ ചപ്പുചവറുകളൊക്കെ കാണുമ്പോൾ പെട്ടെന്നൊരു ഡയമണ്ട് കാണുകയാണെങ്കിൽ ഇത് അല്ലെങ്കിൽ പ്രഷ്യസ് ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് ലോകത്ത് ഒത്തിരി ചപ്പുചവറായിട്ടുള്ള എക്സാമ്പിളായിട്ടുള്ള തെറ്റായ രീതിയിലുള്ള കീഴ്വഴക്കങ്ങളുള്ള ഭാര്യമാരെ കാണുമ്പം ദൈവം പെട്ടെന്ന് ഒരു സഹോദരി, ഒരു സൗന്ദര്യ സാവധാനതയുള്ള മനസ്സെന്നാണ് മലയാളത്തിൽ തെറ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. സൗന്ദര്യ സാവധാനതയുള്ള ആത്മാവെന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ പരിഭാഷ വേണ്ടത്. മീ ക്യാൻ ക്വൈറ്റ് സ്പിരിറ്റ്, ന്യൂമ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മാവിൽ നിന്ന് ആ സൗന്ദര്യ സാവധാനത ഓഫ് കോഴ്സ് മനസ്സിലോട്ടും ദേഹിയിലോട്ടൊക്കെ ഒഴുകിക്കോളും. പക്ഷേ അത് കാണുമ്പോൾ സൗന്ദര്യ സാവധാനതയും പരിശുദ്ധാത്മാവ് തൻ്റെ അകത്ത് മനുഷ്യൻ നിറഞ്ഞ ഒരു സഹോദരിയെ കാണുമ്പോൾ അത് ഈ ചപ്പുകവറിൻ്റെ ഇടയിൽ ഡയമണ്ട് ഒരു രത്നത്തെ കാണുന്നത് പോലെ ദൈവത്തിന് അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഏറ്റവും വിലപ്പെട്ടതായിട്ട് ദൈവം കരുതും. അപ്പം നമ്മുടെ സഹോദരിമാരെ ഒത്തിരി ഡയമണ്ട്സ്, ഒത്തിരി വിലപ്പെട്ട ജുവൽസ് നമ്മുടെ സഭയിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ആ സഹോദരൻ മാങ്ഹായ്പാൻ പറഞ്ഞതിൽ ബ്രദർ വിട്ടുപോയ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 1 പത്രോസ് 3:7 വാക്യത്തിൽ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആ സഹോദരൻ പറഞ്ഞത് എനിക്കത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. 1 പത്രോസ് 3:7 വാക്യത്തിൽ അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ 1 പത്രോസ് 3:7 നിങ്ങളുടെ ഭർത്താക്കൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുകയും അതെ അതാ അതിൻ്റെ തുടക്കത്തിൽ ഭർത്താക്കൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്. അപ്പം നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ അത് സീലിംഗ് തട്ടി തിരിച്ച് വരാതിരിക്കണമെങ്കിൽ ഭാര്യമാർക്ക് ബഹുമാനം കൊടുക്കണം, അവരെ കൂട്ടവകാശികളെന്ന് കാണണം, വിവേകത്തോടെ പെരുമാറണം, അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് മനസ്സിലാവുന്ന തരത്തിൽ അവരോട് പെരുമാറണം. എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ സാഗ്ലർ തന്നെ പറയുന്നുണ്ട്, ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ബലഹീന പാത്രമാണ്, അത് മൺപാത്രമാണ്. അലുമിനിയം പാത്രം വെക്കുന്നത് മൺപാത്രം വെക്കുന്നത് ഒരേപോലെയാണ്. മൺപാത്രം വെക്കുന്നത് ഹാൻഡിൽ വിത്ത് കെയർ. ഞാൻ ഇന്നലെ ആ കപ്പലിനോട് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അലുമിനിയം പാത്രം വെക്കുന്നത് മൺപാത്രം വെക്കുന്നത് സാഗ്ലർ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ. നമ്മളെ ദൈവം പൊടിയെന്ന് കാണുന്നു എന്നൊക്കെ സങ്കീർത്തനം 103:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ സഹോദരിമാരോട് ശരിയാണ്, അവർക്ക് പല മൂഡ് സ്വിങ്സും ഞാനിപ്പം അങ്ങനെ ഇപ്പം പറഞ്ഞ ആ കാര്യം ബ്രദർ വിട്ടുപോയെന്ന് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആ ഒരു അതായത് ഇപ്പോൾ ഭാര്യ, ഇപ്പം സഹോദരൻ പറയുകയാണ്, ഭാര്യയെ ഞാൻ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യാതെ ബഹുമാനിക്കാതൊക്കെ ഇരിക്കുക. ഭാര്യയുടെ അപ്പനോട് ഞാൻ ഒരു ദിവസം വിളിച്ച് എന്തെങ്കിലും ഒരു ആവശ്യം പറയുവാന്നിരിക്കട്ടെ,
അപ്പം അപ്പം കേൾക്കുമോ? എൻ്റെ മോളെ നീ ഇങ്ങനെ പരിഗണിക്കുന്നേ, നീ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നീ പറയുന്നത് എന്തതിനാ ഞാൻ കേൾക്കുന്നേ എന്ന് ആ അപ്പം പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. എൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഷീസ് എ ഡോട്ടർ ഓഫ് എ കിങ്, ഒരു രാജാവിൻ്റെ പുത്രിയാണ് എൻ്റെ ഭാര്യ. അങ്ങനെ ഞാൻ അതുപോലെ പ്രഷ്യസായിട്ട് ബഹുമാനത്തോടെ ആ ഒരു സ്നേഹത്തോടെ അവളെ കാണുന്നില്ലെങ്കിൽ, രാജാവായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നീ എൻ്റെ മോളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നേ, അത് നീ അവളോട് ആദ്യം ക്ഷമ ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കാം എന്ന് ആ സഹോദരൻ പറഞ്ഞൊരു ഉദാഹരണം അത് വേറെ പറയാം. മിസ്സായിപ്പോൾ ഞാൻ പറയേണ്ടത് വേറെ പറഞ്ഞുകൊണ്ട് ഞാനതങ്ങ് അത് എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അതുപോലെ ഷീസ് എ ഡോട്ടർ ഓഫ് എ കിങ്, നമ്മുടെ ഭാര്യയെ നോക്കി അവള് ഒരു രാജാവിൻ്റെ പുത്രിയാണെന്ന്, രാജാവായ കർത്താവിൻ്റെ പിതാവിൻ്റെ പുത്രിയാണ് എൻ്റെ ഭാര്യ എന്ന് നമ്മൾ ഭർത്താക്കന്മാർക്ക് ഓരോരുത്തർക്കും ഭാര്യമാരെ നോക്കി പറയുവാൻ കഴിയണം. പിന്നെ നല്ല ഭാര്യയുടെ എക്സാമ്പിൾ സദൃശവാക്യം 31 അധ്യായത്തിന് 10 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ സഹോദരിമാരെല്ലാവരും ചെന്ന് വായിക്കണം. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. പിന്നെ 1 കൊരിന്ത്യർ 7 അധ്യായത്തിന് 4-5 വാക്യങ്ങളും കൂടെ ആ ഒരു ശാരീരിക ബന്ധത്തോടുള്ള ബന്ധത്തിൽ ആ ഒരു കാര്യം നമ്മൾ സാക്ബറിന്ന് പലപ്പോഴും കേട്ടിട്ടുള്ള വാക്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. 1 കൊരിന്ത്യർ 7-ന്റെ 4-5 വാക്യങ്ങൾ, ഭാര്യമാരുടെ ശരീരത്തിന്മേൽ ആർക്കും അധികാരമുള്ള, ഭർത്താവിന് അധികാരമുള്ള, അങ്ങനെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരം. അപ്പോൾ ആ ഒരു കാര്യം സാക്ബർ കുറച്ചുകൂടെ ക്വാളിഫൈ ചെയ്ത് വിശദീകരിച്ച് പറയും. വെച്ചാൽ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ എന്ന് പറയുമ്പം എസ്പെഷ്യലി ഭർത്താവിൻ്റെ കണ്ണുകൾ, ചിന്തകൾ, അതിൻ്റെ മേൽ ആർക്കും അധികാരമുള്ള, ഭാര്യയ്ക്ക് അധികാരമുള്ള. വേറെ പല കാര്യങ്ങളിലേക്ക് നമ്മളുടെ കണ്ണുകളും ചിന്തകളും ഒന്നും അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. ഭാര്യമാരുടെ ശരീരത്തിൻ്റെ മേലെ അധികാരം എന്ന് പറയുമ്പോൾ ആ ഒരു ശാരീരിക ബന്ധത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവില്ല. അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പല ഭാര്യാഭർത്തൃ ബന്ധത്തിന് കൗൺസിലിംഗ് ഒക്കെ വരുമ്പോൾ പലരുടെയും പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ സഹോദരിമാർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ശാരീരിക ബന്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ പല ഒഴിവുകളൊക്കെ പറഞ്ഞ് അൺറീസണബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ആയിട്ട്, ശരിയാണ് സഹോദരന്മാർ ആ കാര്യങ്ങളിൽ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, ബലഹീനപാത്രമെന്ന് മനസ്സിലാക്കണം. എന്നാൽ രണ്ടുപേരും ഒരു എക്സ്ട്രീമിലോട്ട് പോകുന്ന തരത്തിലേക്ക് പോകരുത് എന്നുള്ള കാര്യം വളരെ പ്രാക്ടിക്കലായിട്ട് 1 കൊരിന്ത്യർ 7-ന്റെ 5-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്ര നിമിത്തം, അതായത് നിങ്ങളുടെ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കുവിൻ എന്നുള്ളൊരു കാര്യമൊക്കെ, വീണ്ടും ചേർന്നിരിക്കുവിൻ ആ ഒരു ശാരീരിക ബന്ധത്തോട് ബന്ധപ്പെടുത്തുകയാണ്. അവിടെ ആ കോണ്ടെക്സ്റ്റൊക്കെ നമ്മൾ വായിച്ച് ആ കാര്യങ്ങൾ ഞാനത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. പിന്നെ സഹോദരിമാരുടെ ബലഹീന പാത്രം എന്ന് പറയുമ്പോൾ അത് മെഡിക്കലി അങ്ങനെയാണ്. ഞാൻ ഇന്നലെയും ഡോക്ടർ കപ്പിൾ ആയതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ഭർത്താക്കന്മാർക്ക്, മെയിൽസിന്, ആണുങ്ങൾക്ക് മെയിനായിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്. ഒരു ഹോർമോണാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റേതായ പല അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഫീമെയിൽസിന് ഒരുപാട് 4 ഹോർമോൺസും പല വ്യതിയാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സൈക്ലിക്കലായിട്ട് അവരുടെ ഓരോ സമയത്ത് വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് കരച്ചിൽ വരുന്നു, പെട്ടെന്ന് ചിലപ്പം ദേഷ്യം വരുന്നു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ വരുമ്പം അത് അവർ ബലഹീന പാത്രമാണ്. അവരെ ദൈവം ആ ഒരു രീതിയിലാണ് ദൈവം വയർ ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം അറിഞ്ഞ്, നീ എന്തിനാ കരയുന്നത്, നിനക്ക് എന്താ എപ്പോഴും ഇങ്ങനെ മൂടിയായിട്ടിരുന്നാൽ മതിയോ, ഇങ്ങനെ മോന്തയും വീർപ്പിച്ചിരുന്നാൽ മതിയോ എന്നല്ല ഭാര്യയോട് ചോദിക്കണ്ടേ. അപ്പോൾ എന്താണ് അവളുടെ സ്റ്റേജ്, ആ ഒരു ശരീരത്തിൻ്റെ തലയാണ് ഭർത്താവ് എന്ന് പറയുമ്പോൾ അത് സാക്ബർ പറയുന്ന പോലെ അതൊരു കമ്പനിയുടെ ഹെഡല്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡല്ല, മറിച്ച് ഒരു ശരീരത്തിൻ്റെ തലയാണ്. ശരീരത്തിൻ്റെ തല എന്ന് പറഞ്ഞാൽ അത് ലീഡറാണ് എന്ന്, അതോടൊപ്പം തന്നെ അതുപോലെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെയൊക്കെ ടേക്ക് കെയർ ചെയ്യുകയും ഭാര്യ പറയുന്നതിന് മുമ്പ് തന്നെ ഭാര്യയുടെ ആവശ്യങ്ങളെ കണ്ടറിയാൻ തക്കവണ്ണമുള്ള ഒരു സെൻസിറ്റിവിറ്റി നമുക്ക് ഓരോരുത്തർക്കും, ഭർത്താക്കന്മാരായ നമുക്ക് ഓരോരുത്തർക്കും എത്രയധികം വേണം. എല്ലാത്തിലും പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കേണ്ടത്. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും എക്സാമ്പിൾ യേശു കർത്താവിനുണ്ട്. ലൂക്കോസ് 2-ാം അധ്യായത്തിന് 51-52 വാക്യങ്ങളിൽ കർത്താവ് അപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്നു, ജ്ഞാനത്തിലും കൃപയിലും വളർന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം കീഴടക്കം അതിലൂടെയാണ് നമ്മളുടെ ആ സ്വയമാകുന്ന ജഡമാകുന്ന തിരശ്ശീലൊക്കെ ചിന്തപ്പെടുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവിന് അധികമായിട്ട് ജ്ഞാനവും കൃപയൊക്കെ നമുക്ക് തരാൻ സാധിക്കുന്നത്. അപ്പോൾ ഭർത്താക്കന്മാരായാലും ഭാര്യമാരായാലും മക്കളുടെ കാര്യങ്ങളായാലും, പിന്നെ അപ്പനന്മാരെ നിങ്ങൾ കുറിച്ച് തിന്മ പറയരുത് എന്നുള്ളൊരു കൽപ്പന മർക്കോസ് 7:10 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിനത് കോട്ട് ചെയ്യുന്ന വായിക്കുന്നുണ്ട്. ഡോണ്ട് സ്പീക്ക് ഈവിൾ ഓഫ് യുവർ ഫാദർ ആൻഡ് മദർ. പല കുറവുകളുണ്ടായിരിക്കും നമ്മുടെ പേരൻസിന്, പക്ഷേ അവരെക്കുറിച്ചൊരു തിന്മ പറയുന്ന രീതിയിൽ, ഓഫ് കോഴ്സ് നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട സഹോദരങ്ങളോട് എന്തെങ്കിലും നമ്മളെ അറിയിക്കുന്നതിന്, ആ ഒരു പ്രാഥമികമായിട്ട് തിരുത്തലിനായിട്ട് അറിയിക്കുന്നതിന് തെറ്റില്ല. എന്നാൽ ഒരു തിന്മ പറയുന്ന, ഒരു ഈവിൾ പറയുന്ന, ഒരു പരദൂഷണം പറയുന്ന രീതിയിൽ അപ്പനന്മാരെ കുറിച്ച് ആ ഒരു രീതിയിൽ പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാനസാന്തരപ്പെടണം. ദൈവം നമ്മുടെ സഭയിൽ ഇന്നത്തെ ഈ ഒരു മെസ്സേജോടുകൂടി
നമ്മുടെ സഭയിൽ നമ്മളുടെ കുടുംബജീവിതങ്ങൾ വലിയൊരു റിവൈവൽ അയക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്കായിട്ട് അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി കർത്താവേ അതിനായിട്ട് സഹായിക്കണമേ. അവിടുന്ന് വിഭാവനം ചെയ്തിട്ടുള്ള ആ ഒരു മാരേജ് അതുപോലെ ഒരു അന്തരീക്ഷം എൻ്റെ ജീവിതത്തിൽ വേണം. ആ ഒരു നല്ല എക്സാമ്പിൾസും മോശം എക്സാമ്പിൾസും ഒക്കെ വാർണിംഗ് ആയിട്ടും എൻകറേജ്മെൻറ്റുമായിട്ടും ഒക്കെ മുന്നറിയിപ്പായിട്ടും ഉത്സാഹത്തിനായിട്ടൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം പഠിച്ച് കർത്താവിനെ നമുക്ക് പിൻപറ്റാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. കർത്തൃവേശ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ വചനത്തിന് മുമ്പ് ശോധന ചെയ്യാം, പരിശോധിക്കാം. ഞാനും എൻ്റെ ജീവിതത്തെ പരിശോധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആഴത്തിലൊരു പരിശോധന നടത്തുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ പലരും വിവാഹം കഴിച്ചതിന് ശേഷം സഭയിൽ വന്നവരാണ്. സന്ദീപോ വേറെ ആരുമില്ല, സന്ദീപ് മാത്രമേ ഉള്ളൂ വിശ്വാസിയായിട്ട്. സൽമോനും വിശ്വാസിയായിട്ട് കല്യാണം കഴിച്ചതാണ്. വേറെ ആരും വിശ്വാസം വന്നതിന് ശേഷമാണോ കല്യാണം കഴിച്ചത്? അതിന് മുമ്പാണ്. ബാക്കി നമ്മളെല്ലാവരും തന്നെ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചവരാണ്. അതുകൊണ്ട് നമുക്കിന്ന് ഇത് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചവരാണെങ്കിലും ഇന്ന് നമുക്ക് വിശ്വസിച്ച് പറയാം, ഇത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ഭാര്യയായിരുന്നു എന്ന്. ഞാൻ സത്യസന്ധമായിട്ട് പറയാനുള്ളത്, ഞാൻ എൻ്റെ വിശ്വാസം വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി തവണ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ കല്യാണം അല്ലായിരുന്നു, ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പോഴേ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ ഈ പെണ്ണിനെ അല്ലായിരുന്നു കെട്ടേണ്ടിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വേറെ ആയിരുന്നു എൻ്റെ ജീവിതം, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ആകേണ്ടിയിരുന്നത് ഒത്തിരി തവണ പറഞ്ഞ് ഞാനിങ്ങനെ സ്വയം അങ്ങ് നിരാശപ്പെട്ട് ഒരുപാട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരിഞ്ഞ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം ദൈവം എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ഭാര്യ തന്നെയായിരുന്നു എന്ന്. കാര്യം എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് എന്നെ കാര്യം ഒറ്റ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജയമോളെ പോലെ ഒരാളല്ലായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരുമാതിരി അലമ്പായിട്ട് ഇങ്ങനെ വീട്ടുകാർക്ക് നിങ്ങൾക്ക് ആർക്കും കയറി വരാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ കുഴഞ്ഞു മറിഞ്ഞ് കിടന്നേനെ. എനിക്കങ്ങനെ ഈ അടുക്കിപ്പറക്കൊന്നുമില്ല, ചിട്ടയായിട്ട് ഒരു കാര്യങ്ങൾ വെക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ ജയമോളെ പോലെ ഒരു ഭാര്യ ആയതുകൊണ്ടാണ് ഒരു വീടായിട്ടിരിക്കുന്നത് എന്നെനിക്ക് നല്ലതായിട്ട് പറയാം. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം ഇത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുക. അതുപോലെ തന്നെ രക്ഷയിലേക്ക് നടത്തുവാനും ജയമോൾ ആ ഭാര്യയെ തന്നെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്നും എനിക്കറിയാം. അല്ലാതെ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് എല്ലാ കാര്യത്തിലും. പക്ഷേ അന്ന് മാത്രമല്ല, ഞാനിപ്പം മറ്റേ ആ ബ്രദർ പറഞ്ഞ ഉദാഹരണം അത് ഞാൻ വിട്ടുപോയി. ബ്രദർ അത് പറഞ്ഞ ഓർമ്മ. ഇപ്പം നമുക്കെല്ലാം നമ്മുടെ ഭാര്യമാരെക്കുറിച്ച് ഭർത്താക്കന്മാർ പറയണം. അതാണ് ആ ബ്രദർ എടുത്തു പറഞ്ഞത്. ആ ബ്രദർ പറഞ്ഞു, ബ്രദറിൻ്റെ കല്യാണത്തിന് ബ്രദറിൻ്റെ ഭാര്യയുടെ അപ്പൻ ഇങ്ങനെ ഭാര്യയുടെ ഇപ്പം നമ്മൾ കാണാം പലപ്പോഴും കല്യാണങ്ങൾക്കെല്ലാം മക്കൾ അപ്പന്മാരുടെ കൈ പിടിച്ചോണ്ടാണല്ലോ ബ്രൈഡൽ മാർച്ച് നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ അവർ കയറി വരുന്നത് അപ്പന്മാരുടെ കൈ പിടിച്ചോണ്ടാണ് നമ്മൾ സ്റ്റേജിലോട്ട് കയറ്റുന്നതൊക്കെ. ആ സ്റ്റേജ് കയറ്റി നിർത്തിക്കഴിഞ്ഞ് അവരെ ഇറക്കി വിടും. പിന്നെ ആരാണ്? പിന്നെ അവരുടെ കൈ പിടിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ചോദ്യം ആരാണ്? അപ്പോൾ ആ ഭർത്താവ് എങ്ങനെ കാണണം? ഇപ്പം ബ്രദർ പറഞ്ഞിട്ട് അത് ഭർത്താവ് കാണണം, ആ ഭാര്യ ആരായിട്ട് കാണണം? രാജാവെന്ന് പറയുമ്പോൾ സർവ്വത്തിൻ്റെ അധിപതിയായ, നമ്മൾ പരമാധികാരത്തെക്കുറിച്ച് ഈ ദിവസങ്ങൾ സർവ്വത്തെയും നിയന്ത്രിക്കുന്ന സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ രാജാവായ ദൈവത്തിൻ്റെ മകളാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവളുടെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അവളെ അങ്ങനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നീ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ നീ എൻ്റെ മകളെ ബഹുമാനിക്കാത്തതുകൊണ്ട്, കൃപയ്ക്ക് കൂട്ടവകാശി എന്നുള്ള രീതിയിൽ ആദരിക്കാത്തതുകൊണ്ട് നിൻ്റെ പ്രാർത്ഥന തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് ബ്രദർ പറഞ്ഞത്. അപ്പം നമ്മളത് മനസ്സിലാക്കണം, ആ രീതിയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ അത് യാന്ത്രികമായിട്ടുള്ളതല്ല, അത് സൗമ്യതയുടെ ആത്മാവിൽ സൗമ്യതയിൽ കീഴടങ്ങാനായിട്ട് പഠിക്കണം, സൗമ്യതയിൽ കീഴടങ്ങാനായിട്ട് മനസ്സിലാക്കണം. ഞാൻ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരിൽ അവരുടെ ആ ഒരു അറിവിൻ്റെ തലത്തിൽ ചിലപ്പോൾ ഭാര്യമാരായിരിക്കും കുറച്ചുകൂടെ ജ്ഞാനമുള്ളത്. ചില കാര്യങ്ങൾ ഇപ്പം എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർ തകരാറാണ്. ഇപ്പം ഇന്നത്തെ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ വരുന്നു, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലിൽ ചിലപ്പോൾ ഭർത്താവിന് വേണ്ടവണ്ണം അതിൻ്റെ ചില ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് അറിയാം. പക്ഷെ ഒരിക്കലും ആ ഭാര്യ മൂന്നാമതൊരാളുടെ മുമ്പിൽ വെച്ച് ഭർത്താവിന് ഇത് അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ, അതാണ് നമ്മൾ സദൃശവാക്യത്തിൽ വായിച്ചത്. നാണം കെടുത്തരുത്. ഒരിക്കലും ഭർത്താക്കന്മാരെ നാണം കെടുത്തുന്ന രീതിയിൽ ആളാകാൻ ശ്രമിക്കരുത്.
ഭർത്താവിനെ അറിയാം, എന്നാലും ഭർത്താവിൻ്റെ താങ്ങായി നിൽക്കണം. ഭർത്താവിന് ചിലപ്പോൾ അറിയാൻ പാടില്ലെങ്കിൽ അവിടെ ഹെൽപ്പായിട്ട് വേറെ സമയത്ത് അത് ചെയ്തു കൊടുക്കും. പക്ഷെ ഒരാളുടെ മുമ്പ് വെച്ച് ഒരിക്കലും അത് ചെയ്യരുത്. അത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ചെറുപ്പക്കാർക്ക് ഞാൻ ഇപ്പോഴേ നിങ്ങൾക്കൊരു ഉപദേശം തരുന്നതാണ്. ഭർത്താക്കന്മാർക്ക് എപ്പോഴും നിങ്ങളൊരു സപ്പോർട്ടായിട്ടാണ് നിൽക്കേണ്ടത്, അല്ലാതെ അതിൻ്റെ മേളിൽ കയറി എനിക്കാണ് അറിയാവുന്നത് എല്ലാം എന്നുള്ള ചിന്തയിലൊന്നും അറിയാമായിരിക്കും. ചിലപ്പം ഭാര്യമാരും വിദ്യാഭ്യാസപരമായിട്ട് ചിലപ്പോൾ ഒരേപോലെ ആണെങ്കിൽ പോലും ഞാൻ ചില കാര്യങ്ങളിൽ ഒരാൾക്കും അറിയാവുന്ന കാര്യം എല്ലാ കാര്യവും എല്ലാവർക്കും അറിയണമെന്നുണ്ടോ? എല്ലാ കാര്യവും എല്ലാവർക്കും അറിയണമെന്നില്ല. ഭർത്താവിന് അറിയാവുന്ന എല്ലാ കാര്യവും അല്ല ഭാര്യയ്ക്ക് അറിയാവുന്ന എല്ലാ കാര്യവും ഭർത്താവിന് അറിയണമെന്നില്ല. അപ്പം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷേ എന്നാൽ അവിടെ ഭർത്താവിനെ കൊച്ചാക്കിക്കൊണ്ട് ഒരു അപഹാസ്യനാക്കിക്കൊണ്ട് ഒരിക്കലും അങ്ങനെ തൻ്റെ അറിവ് തൻ്റെ കഴിവ് പ്രദർശിപ്പിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ തരത്തിൽ കീഴടങ്ങി വിധേയപ്പെടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. കീഴടങ്ങുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. നമ്മുടെ ഇന്നലെ വരെയുള്ള കാര്യത്തെക്കുറിച്ചല്ല, ഇന്ന് ഈ നിമിഷം വരെയുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇന്ന് നമുക്ക് ദൈവം തന്ന ആലോചനകൾക്കനുസരിച്ച് ഈ ചിന്തകളെ ദൈവസന്നിധിയിൽ നമുക്ക് കഴുകലിന് വേണ്ടി തന്നതാണെന്നുള്ള വിചാരത്തോടെ, ബോധത്തോടെ, തിരിച്ചറിവോടെ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒരു പരിശോധന നടത്തി ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കഴുകൽ പ്രാപിക്കാം. ഇന്നും നമുക്ക് രക്ഷയുടെ ദിവസം ദൈവം അനുവദിച്ചിരിക്കുന്നു. എത്ര നാൾ നമുക്കിനി മുന്നോട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഇന്ന് രക്ഷയുടെ ദിവസമായി കാണാം. ഇന്ന് നാം രക്ഷ പ്രാപിക്കാം. സ്വർഗീയ ഭവനങ്ങൾ പണിയുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ തോൽപ്പിക്കുന്ന ഇടങ്ങളായിരിക്കണം നമ്മുടെ ഭവനങ്ങൾ. സമാധാനം വാഴുന്ന ഇടങ്ങളായിരിക്കണം നമ്മുടെ ഭവനങ്ങൾ. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നമ്മൾ അനുസരിക്കേണ്ട ദൈവിക പ്രമാണങ്ങളാണ് നമ്മൾ കേട്ടത്. അത് ഈ പ്രമാണങ്ങൾ നമ്മുടെ കുടുംബജീവിതങ്ങളിൽ സത്യസന്ധമായി തീരട്ടെ, അനുഭവമായി തീരട്ടെ. പ്രാർത്ഥനയുടെ സമയമാണ്. ഹൃദയമാരുടെയും കഠിനപ്പെട്ടു പോകരുതേ. എൻ്റെ പ്രാർത്ഥന അത് മാത്രമാണ്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ അങ്ങേയറ്റ താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഹൃദയം കഠിനമാക്കരുത്. ഇത് ദൈവം അനുവദിച്ചു തന്ന മഹത്തായ സമയമാണ്. നമുക്ക് ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കാം. മനുഷ്യന്റെ മുമ്പിൽ അല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ തുറക്കാം. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവുകളെയും ചിന്തകളെയും അറിയുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാനാണ് ശരി, എനിക്കൊരു കുഴപ്പവുമില്ല, അല്ല എനിക്ക് തിരുത്തൽ ആവശ്യമുണ്ട് എന്നുള്ള ചിന്തയിലേക്ക് വരണം. എനിക്കൊരു കുഴപ്പമില്ല എന്ന് പിശാച് നിങ്ങളോട് പറയും. ഈ കേട്ടതൊക്കെ നിനക്കൊരു കുഴപ്പമില്ല, നീ ശരിയാണ്. അതെ, ശരിയായിരിക്കും. പക്ഷെ എന്നാലും ദൈവസന്നിധിയിൽ ഇനിയും ഒരു വളർച്ച, ഒരു കഴിവ് ആവശ്യമുണ്ട് എന്നുള്ളത് സമ്മതിക്കുക. വാസ്തവമായ ഒരു അനുതാപത്തിൻ്റെ സമയമായി ഇതിനെ മാറ്റണം. കരച്ചിലിൻ്റെ സമയമായി, ദൈവസന്നിധിയിലുള്ള അനുതാപത്തിൻ്റെ സമയമായി നമുക്കിനെ മാറ്റാം. ഭർത്താക്കന്മാരായിട്ടുള്ളവരെ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ സ്നേഹം എത്ര കുറവായിരുന്നു. ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പോറ്റി പുലർത്തുക എന്ന് പറയുമ്പോൾ സംരക്ഷിച്ചു എന്നുള്ളതിന് അതിൻ്റെ പൂർണ്ണതയിൽ എല്ലാ തരത്തിലുമുള്ളൊരു സംരക്ഷണയായി നിന്നിട്ടുണ്ടോ? ഓമനിച്ച് താലോലിച്ച് പരിപാലിച്ചിട്ടുണ്ടോ? നമുക്ക് ഏറ്റു പറയാം, കർത്താവേ, വീഴ്ചകളെ ഒരു ബലഹീനത എന്നവണ്ണം താങ്ങായിട്ട് നിന്നിട്ടുണ്ടോ? അതോ കുറ്റപ്പെടുത്തുകയാണോ ചെയ്തത്? തിരുത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുവാനായിട്ട് പറഞ്ഞു കൊടുക്കാം സൗമ്യതയിൽ. അതും ഭർത്താക്കന്മാരും സൗമ്യതയിൽ അത് ചെയ്യാം. ബലഹീനതയാണെന്നുള്ള വിചാരത്തോടുകൂടി അത് ചെയ്യണം. എന്നാൽ അതിന് പകരം നിരന്തരം നമ്മളെ ശാസിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്, ശാസിക്കുക മാത്രമാണോ ചെയ്യുന്നത്? പരിശോധിക്കാം, നമുക്ക് ഏറ്റു പറയാം.
കർത്താവ് സഭയെ സ്നേഹിച്ച പോലെയുള്ള സ്നേഹം അതാണ് വേണ്ടതെന്നുള്ളത് തിരിച്ചറിയാം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി വിധേയപ്പെടുവീനെന്ന് പറയുമ്പോൾ അതെപ്രകാരമുള്ള വിധേയപ്പെടലാണ്? എല്ലാറ്റിലുമാണോ? എല്ലാറ്റിലും വിധേയപ്പെട്ടിരിക്കുന്നുവോ? ഭർത്താവിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ ചില തെറ്റുണ്ടെങ്കിൽ പോലും, കുറവുണ്ടെങ്കിൽ പോലും ആ കുറവ് കണക്കിടാതെ കീഴടങ്ങാൻ സാധിക്കുന്നുണ്ടോ? സാറായുടെ ആ സൗമ്യത, സാറായ ഭർത്താവിനെ ബഹുമാനിച്ച ആ സ്വഭാവം, അത് തിരിച്ചറിയുന്നുണ്ടോ? ബഹുമാനം അത് വാക്കുകൾക്കപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരേണ്ടൊരു കാര്യമാണ്. സൗമ്യത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒന്നാണ്. പരിശോധിക്കാം, സഹോദരിമാരെ പരിശോധിക്കാം. ഏറ്റവും യോഗ്യതയോടെ ഈ കർത്തവ്യശാസ്ത്ര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കണം ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, പ്രിയ കർത്താവേ, അവിടുന്ന് ഈ രാവിലെ സമയം ഞങ്ങൾക്ക് തന്ന ദൈവിക ആലോചനകൾക്കായിട്ട് സ്തോത്രം. അവിടുത്തെ വചനത്തെ അയച്ച് കർത്താവ് വീണ്ടും ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഇതൊരു കേവലമുള്ള കേൾവിയായിട്ടിരിക്കാതെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന വചനങ്ങളായി അത് ഞങ്ങളുടെ ഉള്ളിൽ അത് ജീവനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണിത്, പലതവണ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അത്തരത്തിലൊരു കേൾവിയായി തീരാതെ കർത്താവ് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത് വരും ദിവസങ്ങളിൽ അത് അനുഭവമാക്കി തീരുവാൻ തക്കണം. ആ ഒരു വളർച്ചയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. അതിൻ്റെ ഫലമായി കർത്താവെ സമാധാനം വാഴുന്ന ഭവനങ്ങളാക്കി ഞങ്ങളുടെ ഭവനങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലേക്കുള്ള ഒരുക്കത്തിൻ്റെ വചനങ്ങളാണ് ഞങ്ങൾ കേട്ടത്. കർത്താവെ, ഞങ്ങളെ തന്നെ പരിശോധിച്ച് ഏറ്റു പറഞ്ഞ് കഴിവ് പ്രാപിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. സത്യസന്ധതയോടെ അത് ചെയ്തവർക്കായിട്ട് സ്തോത്രം. കർത്താവെ, ആ അനുഭവത്തോടെ യോഗ്യതയോടെ ഇതിൽ നിന്ന് പങ്കെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാ ഭാഗത്തും അങ്ങേക്ക് നൽകുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ ഈ ശുശ്രൂഷ ഒരു കേവല പരിപാടിയായി പോവാതെ അത് ഒരു ചടങ്ങായി നമ്മളെല്ലാ മാസത്തിലൊന്ന് ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മളിന്ന് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിവർത്തിച്ച രക്ഷാപദ്ധതിയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മളിത് ചെയ്യുന്നു. നമ്മളിന്ന് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ അതോടുകൂടി അത് ഓർക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഏറ്റുപറച്ചിലിന് അർത്ഥമുണ്ടായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ നമുക്കിതൊന്ന് പങ്കെടുക്കാം. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടിയിട്ട് തൻ്റെ ശരീരം നുറുക്കി രക്തം ചൊരിഞ്ഞു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റുപറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കർത്താവ് കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ ഇന്ന് വിശുദ്ധരാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള തികഞ്ഞ ബോധ്യം നമുക്കുണ്ടാകണം. ആ തികഞ്ഞ ബോധ്യത്തോടെ ഉറപ്പോടെ നമ്മൾ ഇതിൽ നിന്ന് പങ്കെടുക്കണം. അതാണ് വേണ്ടത്. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് സഹോദരന്മാർക്ക് ആരെങ്കിലും ഒരാൾക്ക് സന്ധി പ്രാർത്ഥിക്കും. സന്ധി പ്രാർത്ഥിച്ചു. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് കർത്താവെ അവിടുന്ന് ഞങ്ങളെ കഴുകിയിരിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെയും പാപങ്ങളെയും എല്ലാം കർത്താവെ അവിടുന്ന് ആ കാൽവരി കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി നൊന്തും നീറിയും പിടഞ്ഞും ചൊരിഞ്ഞ രക്തത്താൽ അവിടുന്ന് കർത്താവെ ഞങ്ങളെ കഴുകിയതിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിർമ്മല മനസ്സാക്ഷിയോടെ ഒരുക്കത്തോടെ വിധേയത്വത്തോടെ കർത്താവെ ഞങ്ങളിന്ന് കർത്താവെ വചനത്തിന് മുമ്പായിട്ട് ഞങ്ങളെടുത്ത ആ ഒരു സമർപ്പണത്തിൽ തന്നെ ജീവിപ്പാൻ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അതുപോലെ കർത്താവെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവാനും ഭാര്യമാരെ അതുപോലെ സ്നേഹിപ്പാനും കരുതുവാനും ബഹുമാനിപ്പാനും കർത്താവെ കുഞ്ഞുങ്ങൾ അതുപോലെ കർത്താവെ അപ്പനമ്മമാരെ കീഴടങ്ങി അവരെ ബഹുമാനിച്ചുകൊണ്ട് ജീവിപ്പാനും ഒക്കെയുള്ള ഞങ്ങൾ പല ആലോചനകൾ കേട്ടതെല്ലാം കർത്താവെ ആ വചനമെല്ലാം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അന്വർത്ഥമാകണം. അത് ഏറ്റവും അനുഭവമാക്കി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു നിത്യാനുസരണമാക്കി മാറ്റണമെന്ന് ഉള്ള ആ ഒരു സമർപ്പണത്തോടെ ഞങ്ങളായിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് മുമ്പാകെ വെച്ചിരിക്കുന്ന ഈ അപ്പവും വീഞ്ഞും അവിടുന്ന് തന്നെ അവിടുത്തെ ആണിപ്പാടുള്ള തിരുക്കരങ്ങൾ കർത്താവെ അവിടുന്ന് സ്പർശിച്ച് കർത്താവെ അപ്പത്തെയും വീഞ്ഞിനെ അങ്ങ് അനുഗ്രഹിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മരണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളിത് ചെയ്യുമ്പോൾ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇന്നെന്ന പോലെ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നുവല്ലോ.
കർത്താവെ ഞങ്ങളും അതുപോലെ കർത്താവെ അങ്ങ് നുറുക്കപ്പെട്ടതുപോലെ കർത്താവെ ഞങ്ങളും നുറുക്കപ്പെടുവാനുള്ള ഒരു ഒരുക്കത്തോടെ കർത്താവെ അവിടുത്തെ ശരീരമാകുന്ന സഭ ആകുന്ന ആ ഒരേ അപ്പത്തിൻ്റെ ഭാഗവാക്കാണ് ഞങ്ങൾ ഓരോരുത്തരും. അവയവങ്ങളാണ്, ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളാണ്, ഒരേ അപ്പത്തിൻ്റെ പങ്കാളികളാണെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ, ആ ഒരു വെളിപ്പാടോടെ, അർത്ഥത്തോടെ നുറുക്കപ്പെടുവാൻ, അതിനായിട്ട് കർത്താവ് അങ്ങ് നുറുക്കപ്പെട്ടതുപോലെ നുറുക്കപ്പെടുവാനുള്ള ഒരു വില്ലിങ്നെസ്സായിട്ട് ഒരുക്കത്തോടെ ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുക. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. അതിനായിട്ട് ഞങ്ങളത്തിന് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ശുശ്രൂഷ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം.